പൗരോഹിത്യവും രാജ്യവും പ്രവചനവും ഇല്ലാതെ യൂതന്മാരുടെ നിലയം ശൂന്യമായിപ്പോയി. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പൗരോഹിത്യം രാജ്യം പ്രവചനമെന്നീവയന്യേ. അതാണ് പുരോഹിതനായും പ്രവാചകനായും രാജാവായും യേശു കർത്താവ് ഈ ആഴ്ച യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ ദൈവാലയ കേന്ദ്രീകൃതമായിരുന്ന മുഴുവൻ മിനിസ്ട്രിയും യേശുവിലേക്ക് മാറുകയാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. പൗരോഹിത്യവും രാജ്യവും പ്രവചനവും അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. ചെറിയ ആട്ടിൻകുട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഹാശ ആഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വായന ഭാഗങ്ങൾ 2020 ഏപ്രിൽ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച നമ്മൾ വായിക്കുന്നത്. ഒന്നാമത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതലുള്ള ഭാഗങ്ങളാണ്. ആദ്യത്തെ വായന മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതലുള്ള. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നന്നായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനുമാകിയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. നിങ്ങളെ മനസ്സിലാക്കണം, യേശുവിനൊന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് റോമാ ഗവൺമെന്റിനെ യേശുവിനെതിരായിട്ട് തിരിച്ചുവിടാം എന്നിവർ കരുതി. ദുഷ്ടന്മാരും കൗശലക്കാരുമാണ്. അതേ സ്പിരിറ്റാണ് ഈ പെന്തക്കോസ്തുകാർക്കുള്ളത്. ഞാൻ പെന്തക്കോസ്തിലെ ഉപദേശങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയാഞ്ഞതുകൊണ്ട് ഈ ദുഷ്ടന്മാർ SNDP-ക്കാരെ എനിക്കെതിരെ, കാരണം ഇവന്മാർക്ക് നട്ടല്ലില്ല, പെന്തക്കോസ്തുകാർക്ക് ധൈര്യമില്ല, ഭീരുക്കളാണ്, പുറകിൽ നിന്ന് കുത്തത്തേ ഉള്ളൂ, ചതിയന്മാരാണ്. അവരൊരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി, ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ അപമാനിക്കുന്നെന്ന് പറഞ്ഞൊരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി SNDP-ക്കാരുടെ യോഗത്തെ, അത് ഈ ഷമീർ കൊല്ലെന്ന് പറഞ്ഞൊരുത്തനാണ് അത് ചെയ്തത്, എൻ്റെ നേതാവ്. അതിന് ഓശാന പാടി കുറേ പെന്തക്കോസ്തു മഞ്ഞപത്രങ്ങളും. എന്നിട്ട് അവരിത് പ്രചരിപ്പിച്ചിട്ട് ഈ SNDP യോഗക്കാരെ ഇളക്കി. ഞാൻ കേരളത്തിൽ ചെല്ലുന്ന സമയത്ത് കേരളത്തിൽ SNDP-യുടെ യൂത്ത് മൂവ്മെന്റിന്റെ പന്തം കൊളുത്തി പ്രകടനം, എനിക്കെതിരെ എന്തോ ഒരു ബഹളമായിരുന്നു. അപ്പൊ ഈ ചതി എന്ന് പറഞ്ഞാൽ ഇവർ യേശുവിന്റെ ആളുകളല്ല. ഇപ്പൊ യേശുവിനെതിരെ ഈ പരീശന്മാർ ചെയ്ത ഒരു പരിപാടിയാണ്. കാരണം ഇവന്മാരെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. ഇവർക്ക് ഈ കുപ്പായം തൂക്കിയിട്ട് ഇങ്ങനെ നടക്കാനേ കൊള്ളത്തുള്ളൂ. ഇപ്പൊ റോമൻ പട്ടാളക്കാരെ കണ്ടപ്പം പട്ടാളക്കാരെ കൊണ്ട് യേശുവിനെ പിടിപ്പിക്കാൻ വേണ്ടി വളരെ കാര്യമായിട്ട് എന്ന് വെച്ചു, ഗുരു നീ ആരാണ്? നീ വളരെ ധീരനും സത്യസന്ധനും മുഖം നോക്കാത്തവനും എന്തഭിപ്രായം ധൈര്യത്തോടെ പറയുന്നതിന് എന്തോ ഒരു മുഖസ്തുതിയാണെന്ന് അറിയത്തില്ല. അതോ കള്ളന്മാര് ഇവന്മാര് പുകഴ്ത്തുകയാണ്. അവിടെ ചെന്നിട്ട് പറയാണ്, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നന്നായി പഠിപ്പിക്കുന്നതിനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും. അവൻ ഞാൻ കൂടിയാ പോരെ. മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? അപ്പൊ കൈസർക്ക് കരം കൊടുക്കേണ്ടെന്ന് യേശു പറഞ്ഞാൽ റോമാക്കാരുടെ എന്ന് പറയാം, അതുകൊണ്ട് അവൻ കൈസർക്കെതിരെ. ഇനി കൈസർക്ക് കരം കൊടുക്കണം എന്ന് യേശു പറഞ്ഞാൽ യേശുവിന്റെ അനുയായികളായ യഹൂദന്മാരെ ഇപ്പം ദൈവരാജ്യം വരും എന്ന് ഓർത്താണ് ഈ യേശുവിന്റെ പിന്നാലെ കൂടി. അപ്പൊ യേശുവിന്റെ അനുയായികളോട് പറയാം, നോക്ക് നിങ്ങളുടെ ഗുരു പറയുന്നത് കേട്ടോ, റോമാക്കാർക്ക് കരം കൊടുക്കണമെന്ന്. അപ്പം അവൻ റോമൻ ചാരനാണ്, റോമൻ ഗവൺമെന്റിന്റെ ഏജന്റാണ്, പിന്നെ അവൻ ഇലുമിനാറ്റിയാന്ന് വരെ പറഞ്ഞു പിടിപ്പിച്ചറിയും. അപ്പൊ അതുകൊണ്ട് യേശു ഇത് വീഴും. അതായത് ഏത് പറഞ്ഞാലും യേശുവിനെ കുരുക്കാം. കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ കൊണ്ട് അടിപ്പിക്കാം, കരം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ റോമാക്കാരെ കൊണ്ട് അടിപ്പിക്കാം.
എന്തോ ഒരു ബുദ്ധിയാന്ന് ഓർത്തോണം, പെന്തക്കോസ്തുകാരുടെ ബുദ്ധിയെ. അപ്പോൾ അങ്ങനെ ചെയ്തു. എനിക്കെതിരെ അങ്ങനെ ചെയ്തിട്ട് ഷമീർ രാത്രി കൊല്ലത്ത് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ അവിടെ വണ്ടി നിർത്തി ഷമീർ പറഞ്ഞു ഞാൻ താളി നോക്കാൻ വേണ്ടി നിർത്തിയാണ് രാത്രിയിൽ. താളി ഇവിടെയാണോടാ, കൊല്ലത്ത് വഴി സൈഡിലാണോടാ താളി നിർത്തുന്നത്, അതുകൊണ്ടല്ലേ സാറേ ഞാൻ പിന്നെ വിട്ടുപോയത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ യേശു കർത്താവിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ് കൈസർക്ക് കരം കൊടുക്കുന്നത്. അപ്പൊ ആരാണ്? ഹെറോദ്യരെ കൂട്ടുപിടിച്ചു. ആരാണ് ഹെറോദ്യർ? ഇപ്പം നമ്മൾ ഈ പഴയ നിയമം വായിക്കുമ്പം പഴയ നിയമത്തിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ചു വന്ന് പുതിയ നിയമത്തിലോട്ട് കയറുമ്പം ഒരു ഗട്ടറുണ്ട്, ഇങ്ങനെ ഒരു ജർക്ക്, ഇങ്ങനെ 440 കൊല്ലത്തെ ഗ്യാപ്പുണ്ട് ഈ മലാഖി മത്തായി തമ്മി. അതിന് ഇന്റർ ടെസ്റ്റമെന്റ് പീരീഡ് എന്നാ പറയുന്നത്, അല്ലെ ട്രാൻസിഷണറി പീരീഡ്, സംക്രമണ സമയം എന്നൊക്കെ വേണം പറയാം. അപ്പം ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള നിയമസംക്രമം നടക്കുകയാണ്. ടെസ്റ്റമെന്റൽ ട്രാൻസിഷൻ പീരീഡാണ് 440, സൈലന്റ് ഇയേഴ്സ് എന്നൊക്കെ പറയും. ആ വർഷങ്ങളിൽ അവിടെയൊക്കെ എന്ത് സംഭവിച്ചു? പഴയ നിയമത്തിൽ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. പഴയ നിയമത്തിൽ കാണുന്ന പലതും നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചു? ഒന്നാമത് പഴയ നിയമം നിങ്ങൾ വായിച്ച അവിടെ പരീശന്മാരില്ല, പഴയ നിയമം വായിച്ച അവിടെ സദൂക്യന്മാരില്ല, പഴയ നിയമം വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഹെറോദ്യരെ കാണാൻ പറ്റത്തില്ല, അവിടെ എരിവുകാരെ നിങ്ങൾ കാണുന്നില്ല. എരിവുകാരനായ ശീമോൻ, എരിവുകാരാരാണ്? എസീനികളെ കാണുന്നില്ല. അപ്പൊ ഇവരൊക്കെ ആരാണ്? അപ്പൊ ഈ 400 കൊല്ലം എന്തൊക്കെയോ സംഭവിച്ചു, അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. അതുപോലെ പഴയ നിയമത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പുള്ളിയെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല. പഴയ നിയമത്തിൽ കാണുന്ന ഒരു സാധാരണ ആളൊന്നുമല്ല, പഴയ നിയമത്തിലെ ഒരു മെയിൻ ഫിഗറാണ്, കീ ഫിഗർ, അല്ലെങ്കിൽ പ്രധാന റോളിൽ അഭിനയിക്കുന്ന ആൾ. ആരാണ്? യഹോവ. ഈ ബൈബിൾ നിങ്ങൾ നോക്കി, ഇതാണ് പെന്തക്കോസ്തുകാർ കൊണ്ട് നടക്കുന്ന ബൈബിൾ. ഈ ബൈബിൾ നിങ്ങൾ വായിച്ചാൽ പഴയ നിയമത്തിൽ വലിയ കാര്യങ്ങളെല്ലാം നടത്തുന്ന സൃഷ്ടി കാര്യങ്ങൾ വരെ ഇടപെട്ട ഒരാളാണ് യഹോവ. അങ്ങേരെ നമ്മൾ ഈ പുതിയ നിയമത്തിൽ കാണുന്നില്ല. അപ്പൊ തന്നെ ഈ ബൈബിളിന്റെ അപര്യാപ്തത നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബൈബിൾ വെച്ചാണ് നിങ്ങളെ ഉപദേശിക്കുന്നത്, ഈ ബൈബിൾ വെച്ചാണ് നിങ്ങളെ ചതിക്കുന്നത്, അല്ലെ വഞ്ചിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബൈബിൾ സൊസൈറ്റി അച്ചടിച്ചിറക്കുന്ന ഈ കറുത്ത പുസ്തകം എന്നാണ് അവർ പറയുന്നത്. ഈ കറുത്ത പുസ്തകത്തില് 39 അധ്യായത്തിൽ കീ റോൾ പ്ലേ ചെയ്ത ആരാണ്? യഹോവയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ അപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ അത് ചെയ്യുന്നു, യഹോവ തീ ഇറക്കുന്നു, യഹോവ മുടിപ്പിക്കുന്നു, പ്രളയം വരുത്തുന്നു, ഇല്ലാത്ത കാര്യമൊന്നുമില്ല, യഹോവ അനുഗ്രഹിക്കുന്നു, ആകാശത്തിന്റെ കിളിവാതിൽ ഇറക്കുന്നു, ദശാംശം കൊടുക്കുന്നവനെ കൊട്ടപ്പടി അനുഗ്രഹിക്കുന്നു, ഇതെല്ലാം യഹോവ ചെയ്തു. പക്ഷേ പുതിയ നിയമത്തിൽ യഹോവ ഇല്ല. എവിടെ പോയി? മുകളിലോട്ട് പോയോ താഴോട്ട് പോയോ? എവിടെ പോയി യഹോവ? അപ്പൊ ഇത് ഒരു ശരിയായ തർജ്ജമയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനകത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കേട്ടിട്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത്. യഹോവ എന്ന് പറഞ്ഞ് ഇന്ന് എന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം ചോദിച്ചു, യഹോവ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഏതോ ഗ്രൂപ്പിൽ ആരാണ്ട് പീഡിപ്പിക്കുന്നു, യഹോവ ആണ് സത്യദൈവം, അങ്ങോട്ട് ചേർന്നോളാനാണ് പറയുന്നത്. അപ്പൊ ഈ ആരാണ് യഹോവ? എവിടുന്നാണ് യഹോവ വന്നത്? പഴയ നിയമം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണ്. ഞാൻ ഇപ്പോ ഈ എബ്രായ ഭാഷയിൽ എഴുതപ്പെടുമ്പോൾ ഈ എബ്രായ ഭാഷയിൽ വവൽസ് അല്ലെങ്കിൽ സ്വരാക്ഷരം എന്ന് പറയും. സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉണ്ട്, അക്ഷരങ്ങൾ. ഇപ്പൊ ഇംഗ്ലീഷില് BCD FG ഇങ്ങനെയൊക്കെയുള്ള LKMN PQR STVW ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങളാണ്, കൺസണൻസ് എന്ന് പറയും.
അതിനകത്ത് AEIOU പഞ്ചാക്ഷരങ്ങൾ. ഈ 5 അക്ഷരമാണ് സ്വരാക്ഷരങ്ങൾ. ഈ സ്വരാക്ഷരം ഉണ്ടെങ്കിലേ നമുക്കൊരു വാക്ക് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ കണ്ടന്റ് നൽകുന്നത് കൺസണന്റും അതിനെ എങ്ങനെ ഉച്ചരിക്കണമെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്വരാക്ഷരം. സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ. സ്വരങ്ങളില്ലെങ്കിൽ നമുക്ക് ഉച്ചരിക്കും. ഉദാഹരണം, ഈ എബ്രായർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ബൈബിൾ എഴുതിയപ്പം സ്വരാക്ഷരങ്ങൾ ഇല്ലാതെ എഴുതിയത്. അതൊരു ട്രിക്കാണ്, കോഡെന്ന് പറയും. സ്വരാക്ഷരമില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്വരാക്ഷരമില്ല, ഒന്നും എഴുതിയിട്ടില്ല. കൺസണൻസ് മാത്രം എഴുതി വെച്ചിരിക്കുക. സ്വരാക്ഷരം അപ്പന്മാര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, കാരണം അവർ പാരമ്പര്യമായിട്ട് വായിച്ചു വരികയാണ്. അപ്പൊ അവരിത് വായിച്ച് ഇതേ നോക്കി വായിക്കും. അപ്പം ബൈബിൾ തുറന്നു വെച്ചിട്ട് വായിക്കാൻ തുടങ്ങുമ്പം സ്വരാക്ഷരം വായിക്കുന്നവർ ഇട്ടിട്ട് വായിക്കണം. അപ്പൊ ഈ സ്വരാക്ഷരം ഇടാനാണ് പഠിക്കുന്നത്, അത് കേൾവിയിൽ നിന്ന്. അപ്പം ബൈബിള് ബൈഹാർട്ടാണ്. പക്ഷെ ഇനി അഥവാ മറന്നാൽ ഇതേ നോക്കുമ്പോൾ ഈ കൺസണന്റ് കാണുമ്പോൾ ആ മറന്ന വാക്കുകൾ ഓർക്കും. അപ്പൊ അതിങ്ങനെ വായിച്ച് ഒരു താളക്രമത്തിൽ, ഈണത്തിൽ ഇതിങ്ങനെ വായിച്ചു. പണ്ട് പരീക്ഷയ്ക്കൊക്കെ കോപ്പി അടിക്കാൻ പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. കോപ്പി അടിക്കാൻ വേണ്ടിയുള്ള കുറിപ്പെ മുഴുവനൊന്നും എഴുതത്തില്ല, കോഡ് ഭാഷയല്ല. അല്പമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി ഇങ്ങനെ എഴുതും. എന്ന് പറഞ്ഞതുപോലെ ഇതൊരു കോഡ് ഭാഷയാണ്, കോഡ് ബ്രേക്കിംഗ്. എന്തിനാ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാല്, പുറത്തുള്ള ഒരു ഔട്ട്സൈഡർക്ക് ഈ എബ്രായ തിരുവെഴുത്ത് കിട്ടിയാലും അവനൊരു പട്ടിക്ക് പൊതിക്കാത്ത തേങ്ങ കിട്ടിയ പോലെ ഇരിക്കും, ഒന്നും പിടികിട്ടത്തില്ല. അതിനുവേണ്ടിയാണ്, കോഡിംഗ് ആണ്. അപ്പൊ പുറത്തുള്ളവൻ മനസ്സിലാക്കരുത് ഇതിനകത്ത് എന്താ ഉള്ളത്. അവൻ കുറച്ച് സ്വരാക്ഷരം കാണും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ RMN KLD SNK, ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മളുടെ പേപ്പർ നോക്കുക, RMN KLD SNK, ഇത്രയേ ഉള്ളൂ. അപ്പം പഠിച്ചിട്ടുള്ളവർക്ക് ഇതറിയാം. എന്തറിയാം? RMN എന്നോർക്കും. അപ്പൊ അതിനിടയ്ക്ക് 2 സ്വരാക്ഷരം ഇടും. RA എന്നൊരു സ്വരാക്ഷരം, RAMAN, രാമൻ. കണ്ടോ? അറിയാൻ മേലാത്തവരെങ്ങനെ? രാമൻ. KLD എന്നുള്ളത് I ഇട്ടു, E ഇട്ടു, രാമൻ, കിൽഡ്, സ്നേക്ക്. കണ്ടോ? സ്വരാക്ഷരം ഇട്ടപ്പോൾ അതൊരു വാചകമായി. ഈ സ്വരങ്ങൾ അവിടെ ഇട്ടില്ലെങ്കിൽ RMN KLD SNK എന്ന് പറഞ്ഞാൽ വലിയ കോഡ്. അപ്പൊ കോഡ് ബ്രേക്കിങ്ങിന് സ്വരങ്ങൾ ഇടണം. ഈ സ്വരങ്ങൾ ഇടാൻ യഹൂദ പാരമ്പര്യത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ പാരമ്പര്യത്തിൽ നിന്ന് മാത്രമാണ് സ്വരങ്ങളെ കിട്ടുന്നത്. പാരമ്പര്യങ്ങളില്ലെങ്കിൽ സ്വരങ്ങളില്ല. പാരമ്പര്യത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പാരമ്പര്യത്തിലാണ് ഈ സ്വരങ്ങൾ വരുന്നത്. ഇപ്പൊ രാമൻ, RMN, രാമൻ. അത് ആ പാരമ്പര്യമുള്ളവനാണ് രാമൻ എന്ന് വായിക്കും. പാരമ്പര്യമില്ലാത്തവൻ ഊഹിക്കും എന്തായിരിക്കും RMN. ഓക്കെ. ആദ്യം 6 കഴിയുമ്പോൾ ഒരു O അങ്ങോട്ട് ഇടും, M കഴിയുമ്പോൾ ഒരു A ഇടും, റോമൻ. മനസ്സിലായി? പാരമ്പര്യത്തിന്റെ വ്യത്യാസം. പാരമ്പര്യം കാരണം സ്വരങ്ങൾ ഇടുക. പാരമ്പര്യമുള്ളവൻ അറിയാം ഇത് രാമനാണ്, അവൻ വായിക്കും രാമൻ. പാരമ്പര്യമില്ലാത്തവൻ വായിക്കും റോമൻ. അല്ലേ റൂമാൻ, അല്ലെ റൈമേൻ. ഇവൻ എന്തൊക്കെ ഇടുന്ന അറിയത്തില്ല. I ഇടാം, O ഇടാം, അല്ലെ U ഇടാം. എന്താ ഇടണ്ടെന്ന് അറിയത്തില്ല. AEIOU ഉണ്ടല്ലോ. അപ്പൊ പാരമ്പര്യമാണ് ഇതിനെ നിർവചിക്കുന്നത്. പാരമ്പര്യം ഒരു വലിയ ഘടകമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ 10 കൽപ്പനയുണ്ട്. 10 കൽപ്പനയ്ക്കകത്തെ പ്രധാന കൽപ്പനകളിൽ ഒന്നാണ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം അവിടെ YHWH എന്നൊന്നും അല്ല കേട്ടോ, അത് ഇംഗ്ലീഷിൽ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായ. എബ്രായ ഭാഷയിലെ അക്ഷരങ്ങൾ വേറെയാണ്. അപ്പൊ ഈ YHWH എന്നുള്ളിടത്ത് സ്വരങ്ങളില്ല. കാരണം ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ളത് കൊണ്ട് ഈ യഹൂദന്മാർ, ഈ എബ്രായർ ഇത് വായിക്കുമ്പം ഈ ദൈവനാമം വരുന്നിടത്ത് എന്ത് ചെയ്യും? അത് വായിക്കത്തില്ല, സ്കിപ്പ് ചെയ്യും.
ദൈവനാമം അവർക്കറിയാം, പക്ഷെ വായിക്കത്തില്ല. അവർ പകരം അവിടെ ഉപയോഗിക്കും അഡോണായി എന്ന് വായിക്കും, അഡോണായി. അപ്പൊ ഈ ദൈവനാമം കാണുന്നിടത്ത് ദൈവനാമം ഉച്ചരിക്കാൻ പാടില്ല, വലിയ ശിക്ഷ വരുമെന്നൊരു പേടിയുള്ളതുകൊണ്ട് അവരത് വായിക്കാതെ പകരം അഡോണായി എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ദൈവനാമം ഉച്ചരിച്ച് വെറുതെ ശാപം വലിച്ചു കെട്ടണ്ട എന്നോർത്ത് അവർ പകരം അഡോണായി 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 എന്ന് വായിച്ചു പോകുന്നു. അങ്ങനെ ഒരു തലമുറ കഴിഞ്ഞു, 2 തലമുറ കഴിഞ്ഞു, 3 തലമുറ കഴിഞ്ഞു, 4 തലമുറ കഴിഞ്ഞു, 5 തലമുറ കഴിഞ്ഞു, ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് യുദ്ധങ്ങൾ വന്നു, ക്ഷാമങ്ങൾ വന്നു, ഉപരോധങ്ങൾ വന്നു, ആക്രമണങ്ങൾ വന്നു, പ്രവാസം വന്നു, ഇവരെ പിടിച്ചോണ്ട് പോയി, ഇവർ ചിതറിക്കപ്പെട്ടു, പല പ്രോബ്ലങ്ങൾ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന അവസാനം ഇസ്രായേൽ ഇങ്ങനെ സെറ്റൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലുള്ളവരെല്ലാവരും തന്നെ ഈ YHWHന്റെ സ്വരങ്ങൾ ഏതാ ഇടണ്ടെന്നുള്ള ഒരു ഐഡിയ ഇല്ല, മറന്നുപോയി. കാരണം തലമുറകളായിട്ട് ഇത് വായിച്ചിട്ടില്ല. അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ മെയിൻ ആക്രമണം വന്നപ്പോൾ അവരുടെ തലയാണ് ആദ്യം വെട്ടിയത്, കശാപ്പ് ചെയ്തത്. നമ്മുടെ EK നായനാരുടെ ഭാഷ പറഞ്ഞ കശാപ്പ് ചെയ്ത്. പണ്ട് EK നായനാർക്ക് ഒരു ഫോണിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, ആരാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു സ്ത്രീ വിളിക്കുക, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനത് സ്ഥിരം ഇരുന്ന് കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ വിളിക്കുകയാണ്, സാറേ ആരാണ് വിളിക്കുന്നത്? അപ്പം ആ സ്ത്രീ സ്ഥലപ്പേര് പറഞ്ഞു. എന്താണ് എൻ്റെ പരാതി? അപ്പം ഈ സ്ത്രീ പറഞ്ഞു, സാറേ എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല, 1 മാസമായിട്ട് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല. അപ്പം നായനാർ ചോദിക്കുക, ആരാണ് എൻ്റെ ഭർത്താവിനെ കശാപ്പ് ചെയ്തത്? കാരണം കണ്ണൂരുകാരെ സംബന്ധിച്ച് അതൊക്കെ വെറും നിസ്സാരമാണ്, അവർ സ്ഥിരം കശാപ്പാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഒരു ഭർത്താവിനെ കാണാതെ പോയ വേവലാതിയിലും വെപ്രാളത്തിലും ഒരു സ്ത്രീ വിളിക്കുക. നായനാർ ഒരു ശുദ്ധനായ മനുഷ്യരായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമുള്ള നേതാവായിരുന്നു. എനിക്ക് തന്നെയല്ലേ കേരളത്തിന്റെ മൊത്തം. കേരളത്തിൽ EK നായനാർക്ക് കിട്ടിയ പോലത്തെ ഒരു ശവസംസ്കാരവും ഒരു യാത്രയപ്പും സ്വപ്നത്തിൽ പോലും ഇനി ആർക്കും കിട്ടത്തില്ല. കാരണം 30 മണിക്കൂറും ആണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കണ്ണൂര് പയ്യാമ്പലം വരെ പോകുമ്പോൾ 30 മണിക്കൂർ കേരളത്തിൽ ആ റോഡിന്റെ ഇരുവശവും നിന്ന് കോരിച്ചൊരിയുന്ന മഴയത്ത് ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 30 മണിക്കൂർ സമയം കണ്ടിന്യൂസ് ലൈവായിട്ട് കൈരളി TV അത് ടെലികാസ്റ്റ് ചെയ്തു. ഇന്ന് കൈരളി TVയിലൊക്കെ ആ ടേപ്പൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അതൊരു മഹാസംഭവം. ഒരുപക്ഷെ അത് ലോകത്തിലെ തന്നെ ഒരു റെക്കോർഡായിരിക്കും. 30 മണിക്കൂർ സമയം തുടർച്ചയായിട്ടൊരു ശവസം. ഞാൻ 30 മണിക്കൂറും അത് TV കണ്ടെന്നുള്ളതാണ്. എത്ര കടുങ്കാപ്പി കുടിച്ചെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല, ഞാനതിങ്ങനെ കണ്ടോണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു നല്ല നേതാവായിരുന്നു. പക്ഷെ നിഷ്കളങ്കമായിട്ടാണ്, ഔട്ട് ഓഫ് ഹിസ് ഇന്നസെൻസ് അദ്ദേഹം ചോദിച്ചാണ്, ആരാണ് എൻ്റെ ഭർത്താവിനെ കശാപ്പ് ചെയ്തത്? അപ്പം ഞാൻ ചിരിച്ചു. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിനെ കാണാതെ പോയ സ്ത്രീ വിളിക്കുമ്പോൾ നിഷ്കളങ്കത ഉണ്ടല്ലോ, ഇങ്ങനത്തെ അബദ്ധമാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ രാജാക്കന്മാർ വന്നു കഴിയുമ്പോഴേക്കും ഈ യഹൂദന്മാരിലെ ഈ ഇച്ചിരി വിവരമുള്ളവന്റെ തലയാണ് ആദ്യം ഈ വെട്ടിക്കളയും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉച്ചാരണമൊക്കെ നഷ്ടപ്പെട്ടു. YHWHന്റെ ഇടയ്ക്ക് എന്ത് വൗവല ഇടണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പിന്നെ അഡോണായി എന്നുള്ള വിളി, അഡോണായി, അതെ അവർ വിളിക്കുന്ന അഡോണായി. ഈ അഡോണായി എന്നതിന്റെ ഗ്രീക്കാണ് കുറിയോസ്. അഡോണായിക്ക് തത്തുല്യമായ ഗ്രീക്ക് പദമാണ് കുറിയോസ്. ഈ കുറിയോസിന്റെ തത്തുല്യമായ ഇംഗ്ലീഷ് വാക്കാണ് ലോഡ്. അതിന്റെ മലയാളമാണ് കർത്താവ്. നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് പഴയ നിയമത്തിലെ ഈ YHWH എന്ന് പറയുന്ന അതിനെ മൊത്തത്തിൽ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന ടെട്രാഗ്രമാറ്റോൺ എന്നാണ്. അപ്പൊ ടെട്രാഗ്രമാറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? YHWH, ദ അൺനോൺ നെയിം ഓഫ് ഗോഡ്. ദൈവത്തിന് നമുക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു ഇതിങ്ങനെ പോകുന്നു. അപ്പൊ പിന്നെ YHWH എന്ന് പറഞ്ഞാൽ പൊതിക്കാത്ത തേങ്ങ, അതിന് വൗവൽസ് ഇല്ല. അതിന് പകരം ഉപയോഗിച്ചത് അഡോണായി. അങ്ങനെ ഈ 18-ാം നൂറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പം ചില ബുദ്ധിമാന്മാർക്ക് തോന്നി ഈ YHWHന് പകരം യഹൂദന്മാർ ഉപയോഗിച്ചത് അഡോണായി ആണല്ലോ. അഡോണായി എന്ന് അവർ വിളിച്ചെങ്കിൽ അതിനകത്തൊരു കോഡ് കാണും. കാരണം ഇനി തലമുറകൾ കഴിഞ്ഞാലും ഇത് മറന്നു പോയാലും ഈ YHWHന് ഇട്ടുകൊടുക്കേണ്ട ആ വൗവൽസ് എന്തായിരിക്കും? ആ സെയിം വൗവൽസിൽ, ആ സെയിം കേറ്ററക്കത്തിലായിരിക്കും പകരം വാക്കിട്ടിരിക്കുന്നത്, അതായത് അഡോണായി. അപ്പൊ അതുകൊണ്ട് അഡോണായുടെ വൗവൽസ് തന്നെ ആയിരിക്കാം ഇത് അൺലോക്ക് ചെയ്യാനുള്ള കീ, കോഡ് ബ്രേക്കിംഗ് ചിന്തയാകട്ടോ. അപ്പൊ അത് അങ്ങനെ ആയിരിക്കും, അവരൊരു കോഡ് വെച്ചിരിക്കായിരിക്കും. അതുകൊണ്ട് അഡോണായി എന്ന് പറഞ്ഞാൽ ഈ ഇതിന് ഉപയോഗിക്കേണ്ട വൗവൽസ് തന്നെ ആയിരിക്കണം
എന്ന് ചിന്തിച്ചിട്ട് ആ ഡോണായി അതിന്റെ ആ ഡോണായി അതിന്റെ വവൽസ് ഏതാ? എ ഒ ഐ, ആ ഓ ആ ഡോ ന ആ ഓ ആ. അപ്പൊ ആ ഓ എന്നുള്ളത് YHWH ഇടയിൽ ഇവന്മാര് തിരികെ കയറ്റിയപ്പോ ആ ഓ അപ്പം യഹോവ. ഇങ്ങനെയാണ് യഹോവ വന്നത്, മനസ്സിലായോ? അപ്പൊ പിന്നെ യഹോവ എന്നുള്ളത് അത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ യഹോവ സാക്ഷിക്കാരൊക്കെ അങ്ങ് പുതിയ സാധനമായിട്ട് ഇറങ്ങുക. ഇങ്ങനെയാണ് യഹോവ എന്ന് വന്നത്. അപ്പൊ അതിന് പകരം പഴയ നിയമത്തിൽ മുഴുവൻ ഇവർ വായിച്ചത് അഡോണായി എന്നാണ്, അല്ലെങ്കിൽ കുറിയോസ് എന്നാണ്, അല്ലെങ്കിൽ കർത്താവ് എന്നാണ്. ആ കർത്താവ് എന്നുള്ളതാണ് ഉൽപ്പത്തി മുതൽ വായിക്കുന്നത്. അതിങ്ങനെ വായിച്ച് പുതിയ നിയമത്തിൽ വന്നത്. അങ്ങനെ വന്ന് നമ്മൾ റോമാലയത്തിൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത്. യേശുവിനെ അഡോണായി എന്ന് ഏറ്റുപറയുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത്. ഈ അഡോണായി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പുറകോട്ട് വായിച്ചു കഴിഞ്ഞാൽ അഡോണായി ആണ് ഈ പഴയ നിയമത്തിലെ കീ റോള് പ്ലേ ചെയ്ത ദൈവം. അപ്പൊ തർജിമ വന്ന് വരുത്തി വെച്ച വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ പഴയ നിയമത്തിലെ യഹോവയെ പുതിയ നിയമത്തിൽ കാണാതെ പോയി. അങ്ങനെ പോയിട്ടൊന്നുമില്ല, കർത്താവ് തന്നെയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഇത് തന്നെയാണത്. ഇതെല്ലാം ഇങ്ങനെയുള്ള പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ കളിപ്പിക്കും. ഇന്ന് തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിച്ച് ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. എൻ്റെ ഒരു മണിക്കൂറോളം പോയി. അപ്പം ഇനി അങ്ങനെ 10 പേരുടെ വിളിച്ചു കഴിഞ്ഞാൽ 10 മണിക്കൂർ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ ഇതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് ഇതാണ് യഹോവ വന്ന വഴി, യഹോവ പോയ വഴി അത് തന്നെ. അപ്പൊ യഹോവ പോയത് ഇതിലെയാണ്, യഹോവ വന്നത് ഇതിലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെയുള്ളതാണ് ഈ പരീശന്മാർ. ഈ പരീശന്മാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാരിങ്ങനെ മുന്നോട്ട് വന്ന് പലതരത്തിലുള്ള യുദ്ധങ്ങൾ, തകർച്ചകൾ, പ്രവാസ ജീവിതം. കുറെ പേരെ നോർത്തേൺ കിങ്ഡത്തെ ബാബിലോൺകാർ പിടിച്ചുകൊണ്ട് പോകുന്നു, സദേൺ കിങ്ഡത്തെ അസീറിയൻകാർ പിടിച്ചുകൊണ്ട് പോകുന്നു, അവർ പിടിച്ചുകൊണ്ട് പോകുന്നു, ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നു. ആകപ്പാടെ പ്രശ്നം. ദൈവവിശ്വാസം ഒത്തിരി പേരുടെ നഷ്ടപ്പെട്ടു. സത്യം പറയണമല്ലോ, യഹൂദന്മാർക്ക് ദൈവവിശ്വാസം എന്ന് പറയുന്നില്ല. ചുമ്മാ കേരളത്തിൽ കുറെ പെന്തക്കോസുകാർ കിടന്ന് തള്ളുന്നല്ലാതെ ഞാൻ യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി വർഷം താമസിച്ചു, 10 വർഷത്തോളം യഹൂദന്മാരുടെ ഇടയിൽ താമസിച്ചു. ഒരുപാട് യഹൂദന്മാർ, ഞാൻ പരിചയപ്പെട്ട ഒറ്റ യഹൂദരെ ദൈവവിശ്വാസം. യഹൂദന്മാർ ഭൂരിപക്ഷവും നിരീശ്വരവാദികളാണ്. പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിയുടെ സേക്കിന് വേണ്ടി അവരുടെ ആ ചടങ്ങുകളിലൊക്കെ അവർ പങ്കെടുക്കും, കാരണം സോഷ്യലൈസ് ചെയ്യാൻ. അല്ലാതെ ഈ കേരളത്തിൽ പെന്തക്കോസുകാരും ബ്രദറുകാരും കൂടെ ഇരുന്ന് ഉന്തി തള്ളി വിടുന്നത് പോലെ അവർ ഭയങ്കര യഹോവയുടെ ആളുകളോ ദൈവം അവരെ കൊട്ടപ്പടി അനുഗ്രഹിക്കും. അവർ ഒരു ബന്ധവുമില്ല, ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നില്ല. അപ്പൊ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം നോ ഹെൽപ്പ്, നോ പ്രസന്റ് ഹെൽപ്പ്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ 60 ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കശാപ്പ് ചെയ്തപ്പോ, ഹിറ്റ്ലർ അവിടെ കൂട്ടക്കശാപ്പ് ചെയ്തപ്പം എവിടെ പോയി യഹോവ? എവിടെ പോയി അവരുടെ ദൈവം? എവിടെ പോയി അവരുടെ വാഗ്ദാനം? അതാ അവര് ചോദിക്കുന്നത്. ആ സമയത്ത് ഇല്ലാത്ത ദൈവം ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് അവർ പറയും. മനസ്സിലായ കാര്യങ്ങൾ മനുഷ്യൻ അധ്വാനിച്ച് ഒരു തരത്തിൽ ഒപ്പിച്ചുകൊണ്ട് വരുമ്പോഴേക്കും യഹോവ അവരെ അനുഗ്രഹിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നെല്ലാം പറഞ്ഞ് ഇവരിരുന്ന് ബൈബിൾ ക്ലാസ് നടത്തും. എന്നിട്ട് പറയും ഓൺലൈനിൽ കൂടെ നിങ്ങൾ ഞങ്ങൾക്ക് സ്വത്രാഴ്ച തന്നു, പുറത്തിറങ്ങാൻ മേലാതെ പേടിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നൊരു പുള്ളി ഞായറാഴ്ച ഫോണിൽ കൂടെ ഒരു ചെറിയ പ്രസംഗം നടത്തി. ഇവിടെ നമ്മൾ ഫോണിൽ കൂടെ നടത്തി 600 ലൈവ് നടത്തി വെച്ചിരിക്കുക. 5 പൈസ ആരോട് ചോദിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ ലൈവ് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് എപ്പോഴാണ് സ്വത്രാഴ്ച വേണേ, അപ്പോൾ ഈ പൈസ തരണേ, എന്തോ ആടോ തനിക്ക് മുടക്ക്. താൻ തൻ്റെ വീട്ടിൽ ഇരുന്ന് ഒരു ലൈവ് ചെയ്തിട്ട് നാട്ടുകാരെല്ലാം കൂടെ നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു പാട്ടയിൽ പൈസ ഇട്ട് വെക്കണമെന്നും ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞ് വന്നാൽ ഉടനെ സഭയിൽ സ്വത്രത്തോടെ കൊണ്ട് ഇട്ടോണമെന്ന് എല്ലാവർക്കും കൽപ്പന കൊടുത്തിരിക്കുക. വിഡ്ഢികളായ അനുയായികൾ അത് ചെയ്യും. കാരണം അനുയായികൾ ഇങ്ങനെയുള്ള വിഡ്ഢികൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇവർ നിൽക്കുന്നത്. എത്ര പേരാണെന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഈ ലൈവ് ഘോഷയാത്ര നടത്തിയ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ സ്വത്രാഴ്ച മാറ്റി വെച്ചോണം, പ്രശ്നങ്ങൾ തീരുമ്പോൾ കൊണ്ട് ഞങ്ങൾക്ക് തരണം. അപ്പൊ ഇവരുടെ മെയിൻ ഉന്നം നിങ്ങളുടെ ക്ഷേമത്തിലല്ല അവർക്ക് താല്പര്യം, നിങ്ങളുടെ പോക്കറ്റിലാണ് താല്പര്യം എന്ന് നിങ്ങൾ ഈ കശ്മലന്മാരെ തിരിച്ചറിയണം. അതിനുവേണ്ടി കൂടെ ഞാനിത് പറഞ്ഞു. വേറെ ഒരാൾ നമ്മുടെ കോട്ടയത്തെ തങ്കു ബ്രദർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മാത്യു കുരുവിള, ഡോക്ടർ മാത്യു കുരുവിള,
ഈ സ്വർഗീയ വിരുന്ന് സഭയുടെ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ അയച്ചു തന്നു. എനിക്ക് വലിയ സന്തോഷമായി. മാത്യു കുരുവിളയ്ക്ക് ഇതേ ഒരു സല്യൂട്ട്, ഈ കൈ അതോ ഇങ്ങനെയോ, അതിലൊരു ബിഗ് സല്യൂട്ട്, വെരി ബിഗ് സല്യൂട്ട്. കാരണം അദ്ദേഹം പറഞ്ഞു നാളെ ഓശാന ഞായറാഴ്ചയാണ്. ദാറ്റ്സ് ഇറ്റ്. കാരണം തങ്കു ബ്രദർ സുറിയാനി സഭയുടെ കലണ്ടറിനെ അംഗീകരിക്കുന്നു. നാളെ ഓശാന ഞായറാഴ്ചയാണെന്ന് ആര് പറഞ്ഞു? ഓശാന ഇല്ല, പെസഹ ഇല്ല, പെന്തക്കോസ്തി ഇല്ല, ദുഃഖവെള്ളിയാഴ്ച ഇല്ല, ഉയർപ്പില്ല, ഈസ്റ്റർ ഇല്ല, ക്രിസ്തുമസ് ഇല്ല, പൗരോഹിത്യമില്ല, പട്ടത്വമില്ല, മൂറോനില്ല, മാമോദിസ ഇല്ല. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാണ് ആളെ പള്ളിയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. ഇപ്പം താണ്ട് ഓശാനോ. IPCയുടെ വലിയ തിരുമേനിയുണ്ട്, IPCയുടെ മെയിൻ കാതോലിക്ക ബാബ വത്സൻ എബ്രഹാം. അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് പാം സൺഡേ സർവീസ്. വെരി ബ്യൂട്ടിഫുൾ. വത്സച്ചായനോട് ആര് പറഞ്ഞു പാം സൺഡേ ആണ്? കെ എബ്രഹാം പറഞ്ഞോ, അതോ അദ്ദേഹത്തിന്റെ മഹദിയ ബാബിലോൺ പുസ്തകത്തിലുണ്ടോ? അപ്പൊ ആദ്യം ഒന്നുകിൽ വല്യപ്പനെ തള്ളി പറയണം, പാം സൺഡേ സ്വീകരിക്കണം, അല്ലെങ്കിൽ പാം സൺഡേ തള്ളി പറയണം, വല്യപ്പനെ സ്വീകരിക്കണം. മനസ്സിലായോ? അല്ല, നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല തന്തയ്ക്ക് പിറക്കണം, അല്ലെങ്കിൽ നമ്മുടെ തന്തയെ നമ്മൾ അംഗീകരിക്കണം. വല്യപ്പൻ എഴുതി വെച്ചതിന് മുഴുവൻ തിരസ്കരിക്കുകയാണോ? കേരളീയരെ മുഴുവൻ ചതിച്ചു, എത്ര കുടുംബങ്ങളെ ദ്രോഹിച്ചു, എത്ര കുടുംബങ്ങളെ ഭിന്നിപ്പിച്ചു, എത്ര കുടുംബങ്ങളിൽ അസമാധാനം ഉണ്ടാക്കി, അവരെല്ലാം ചാടിച്ച് പുതിയ ഇപ്പം താണ്ടു നാം പാം സൺഡേ ഉണ്ടാക്കി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. തങ്കുവും പാം സൺഡേ നടത്തണം, വത്സനും പാം സൺഡേ നടത്തണം. പാം സൺഡേ മാത്രമല്ല, ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും നടത്തണം. എല്ലാ പെരുന്നാളുകളും, മാറാനായ പെരുന്നാളും ആഘോഷിക്കണം. അത്താനാസിന്റെയും ബെസിലിയസിന്റെയും ജൂലിയോസിന്റെയും ഗ്രിഗോറിയോസിന്റെയും ദിയോസ്കോറോസിന്റെയും അന്തിമോസിന്റെയും ഈവാനിയോസിന്റെയും പീലക്സിനോസിന്റെയും എല്ലാം ഓർമ്മ നിങ്ങൾ ആചരിക്കണം. സഭയുടെ കലണ്ടർ ആചരിക്കണം. സഭയുടെ വഴികളിലേക്ക് വരണം, പാരമ്പര്യത്തിലേക്ക് വരൂ. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നമുക്ക് ആ മാതൃസഭയിലേക്ക് മാറാം, ഹിസ്റ്റോറിക്കൽ ചർച്ചിലേക്ക്, യേശുക്രിസ്തു സ്ഥാപിച്ച സഭയിലേക്ക്. ഇതാ രണ്ട് കൈകൾ, ഈ കയ്യിൽ തങ്കു പിടിക്കട്ടെ, ഈ കയ്യിൽ വത്സച്ചായം പിടിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പക്ഷെ നിങ്ങളുടെ സ്വാർത്ഥ ലാഭം ഉണ്ടാകും, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ അപ്പുറത്തേക്ക്. അത് വേണ്ട. നമ്മൾ ഹിസ്റ്റോറിക്കൽ ചർച്ചിൽ ജോയിൻ ചെയ്യും. സജിത്ത് ബ്രദർ ജോയിൻ ചെയ്തു. പണ്ടൊരു പയ്യന് ഒരു പട്ടിക്കുട്ടിയെ മേടിക്കണം എന്ന് വലിയ ആഗ്രഹം. അപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇവനൊരു പട്ടിക്കുട്ടിയെ മേടിച്ചു. ഇവനൊരു കൊട്ടയ്ക്കകത്ത് ഈ പട്ടിക്കുട്ടിയെ വെച്ചോണ്ട് പോയി. പോരുന്ന വഴിക്ക് ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് നിന്നു. പിള്ളേർ ക്രിക്കറ്റ് കളിക്കുക. ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് ഈ കൊട്ട വെച്ച് ഇവനവിടെ വന്നപ്പോൾ ചാരുന്നേരം ബൗൾ ചെയ്യാനൊക്കെ ഇവന് കിട്ടി. ഇവൻ ബൗളിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ കുറച്ച് കുസൃതി പിള്ളേരുണ്ട്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കൊട്ടയ്ക്കകത്ത് ഈ പട്ടിക്കുട്ടിയെ മാറ്റി വെച്ച് അവിടെ ഒരു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു. ഈ പന്നിക്കുട്ടി എടുത്ത് ഈ കൊട്ടയ്ക്കകത്ത് വെച്ചു, അടച്ചു വെച്ചു. ഇവൻ കഴിഞ്ഞിട്ട് ഇവൻ ഓടി വീട്ടിൽ ചെന്ന് വീട്ടുകാരനെ അതേ കിട്ടി കൊട്ട തുറന്നപ്പോൾ പന്നിക്കുട്ടി. വീട്ടുകാർ പറഞ്ഞേടാ, നീ ഇവിടുന്ന് കാശും കൊണ്ടുപോയിട്ട് പന്നിക്കുട്ടിയാണ്, ഇത് പട്ടിക്കുട്ടിയല്ലല്ലോ. ഇവന് വലിയ വിഷമം. ഇവൻ നേരെ തിരിച്ചു പോയി കടയിൽ കൊണ്ടേ കൊടുക്കാൻ. കടയിൽ പോകുന്ന വഴിക്ക് പിന്നെ ഇവൻ ആ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് കുറച്ചു നേരം നിന്നു. അപ്പോൾ പിള്ളേരും ചെയ്തു, ഈ പന്നിക്കുട്ടിയെ മാറ്റിയിട്ട് പട്ടിക്കുട്ടി വെച്ചു. ഈ ചെറുക്കൻ നേരെ കടയിൽ ചെന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇതൊന്ന് നിങ്ങൾ പന്നിക്കുട്ടി ആ തുറക്കും മോനെ പറഞ്ഞു. തുറന്നപ്പോൾ പട്ടിക്കുട്ടി. എടാ ഇത് പട്ടിയല്ലേ? അപ്പൊ ശരിയാണല്ലോ. ഇവൻ തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് പിന്നെയും ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് നിന്നു. അവർ പിന്നെ എന്ത് ചെയ്തു? പന്നിക്കുട്ടി വെച്ചു കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോൾ പന്നിക്കുട്ടി. അങ്ങനെ 3 പ്രാവശ്യം നടന്നു. അവസാനം ചെറുക്കം കുഴഞ്ഞു. ഇതെന്താ സംഭവിക്കുന്നതിന് അറിയത്തില്ല. അവസാനം വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പന്നിക്കുട്ടി. ഇവൻ ഈ പന്നിക്കുട്ടി എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചിട്ട് അതിനെ നോക്കിച്ച് പറഞ്ഞു, മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറയുക, മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറയുക, നീ ഒന്നുകിൽ പട്ടിക്കുട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ പന്നിക്കുട്ടി ആയിരിക്കണം. മനസ്സിലായോ? ആ ദൂത് ഏറ്റെടുക്കുന്നവർ ഇരിക്കുന്നിടത്ത് ഇരുന്നൊരു സ്വോത്രം ചെയ്താട്ടെ. സ്വോത്രം ചെയ്താട്ടെ. എനിക്കൊരു സ്വോത്രം അയച്ച ഗൂഗിൾ പേയിൽ അയച്ചാട്ടെ. ഇത്രയും നല്ല ഒരു കാര്യം പറഞ്ഞല്ലേ. എനിക്ക് ഗൂഗിൾ പേ ഇല്ല കേട്ടോ. എനിക്ക് അറിയത്തുമില്ല അതെങ്ങനെയാണ്. അപ്പം എനിക്ക് ഗൂഗിൾ പേയിൽ അയക്കേ. അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പം അപ്പോസ്തോലിക സഭകൾ, സുറിയാനി സഭയും കത്തോലിക്ക തിരുസഭയും ഒക്കെ വിട്ട് ഇറങ്ങി ഇവന്മാരുടെ പുറകെ ഇറങ്ങിയൊരു പാരായി, തരൂരായി, ശശിയായി. മനസ്സിലായോ?
എന്നാ ചെയ്യാൻ, നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു. ഞാനിങ്ങനെ ഈ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓർമ്മയിൽ വരുന്ന ഓരോ പാട്ടുകളാണ് ഈ പ്ലേ ചെയ്യുന്നത്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. എന്നാ ചെയ്യാനാ, പോന്നു പോയില്ലേ? അപ്പോഴേ പറഞ്ഞല്ലേ പോരണ്ട. എന്റെ പൊന്നെ, പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞ, പക്ഷെ നമ്മൾ സമ്മതിക്കുകയില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇറങ്ങിപ്പോയവരെല്ലാം ഒന്നാം തരം ശശിയായിരിക്കുകയാണ്. കാരണം ഇവർ കാലി മാറി. മഹദിയാം ബാബിനോട് എഴുതിയ കീർത്തിപ്പെട്ട പേര് മറന്നു, കെ ഇ എബ്രഹാമിന്റെ മകൻ വത്സൻ, TS എബ്രഹാം അപ്പച്ചന്റെ മകൻ വത്സൻ എബ്രഹാം പാംസന്റെ ആചരിക്കുകയാണ്. മനസ്സിലായോ? നമുക്ക് ഈ തങ്കു ബ്രദറിനെയും വത്സൻ എബ്രഹാമിനെയും, അപ്പം അവരാ ഒരു കാര്യം ചെയ്തല്ലോ. അപ്പം അവർക്കായിട്ട് നമുക്ക് ഈ ഈ TV ഷോയിലൊക്കെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് അവരൊക്കെ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കേൾക്കാം. തങ്കു ബ്രദറിനും വത്സൻ എബ്രഹാമിനും ഡെഡിക്കേറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം വത്സച്ചാനും തങ്കു ബ്രദറിനുള്ള ആശംസകൾ നമ്മൾ അർപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സദൂക്യര്, പരീശന്മാര്, ഹെരോദ്യര്, എസീനുകള്, എരിവുകാര്, അങ്ങനെ 5 വിഭാഗങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ഈ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ വന്നപ്പോ അവർക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു. തേങ്ങാക്കൊല, മണ്ണാങ്കട്ട എന്നൊക്കെയായി. കാരണം ആവശ്യം വരുമ്പോൾ ഈ ദൈവത്തെ കാണുന്നുമില്ല, ഒരു സഹായം വരുന്നുമില്ല. ഇടിയാണെങ്കിൽ പാഴ്സലിന് കിട്ടുന്നുമുണ്ട്. പ്രവാസത്തിന് പ്രവാസവും, ചവിട്ടിന് ചവിട്ടും, കുത്തിന് കുത്തും. ഇങ്ങനെയായിട്ട് യഹൂദന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച് ഗിദെയോൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിൽ പിതാക്കന്മാരുടെ കാലത്തെ അത്ഭുതങ്ങൾ എവിടെ? ആ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം എവിടെ? ഏതൊരു മനുഷ്യനും തോന്നുന്ന ചോദ്യമാണ്. ഇപ്പൊ തന്നെ പെന്തക്കോസ്റ്റിലെ ഒരുപാട് പാസ്റ്റർമാരിന്ന് ചോദിക്കുന്നുണ്ട്, ദൈവം എവിടെ? ഞങ്ങളുടെ അരി എവിടെ? തുണി എവിടെ? 1957 അധികാരത്തിലേറെ EMS സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി വിമോചന സമരം സംഘടിപ്പിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നെഹ്റു കേരളത്തിനുള്ള അരിയെ നിഷേധിക്കുകയും അങ്ങനെ കേരളത്തിൽ തന്നെ കോൺഗ്രസ്സുകാരെ ഇളക്കി വിട്ട് വിമോചന സമരം സംഘടിപ്പിച്ചപ്പോൾ അന്നുള്ള അരി എവിടെ? തുണി എവിടെ? പറയൂ പറയൂ നമ്പൂരി എന്ന് ചോദിച്ചതുപോലെ ഇവിടെ ഇരുന്ന് ചോദിക്കാണ്, അരി എവിടെ? തുണി എവിടെ? ദൈവം എവിടെ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എവിടെ? അവന്റെ പ്രൊവിഡൻസ് എവിടെ? വാഗ്ദാനം എവിടെ? എവിടെ? യഹൂദന്മാരിൽ നല്ലൊരു വിഭാഗത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടാലും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു പോകാൻ അവർക്ക് ഇഷ്ടമില്ല. കമ്മ്യൂണിറ്റി നിൽക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രവാചകന്മാരുടെ തള്ള്
ഇപ്പൊ തന്നെ ഈ പെന്തക്കോസ്റ്റിൽ തന്നെ പ്രവാചകന്മാർക്കെതിരായിട്ട് ഒരു ലോബിയുണ്ട്. ഈ പെന്തക്കോസ്റ്റിൽ ഒരു പ്രധാന പരിപാടി അന്യഭാഷാ പ്രവചനം, രോഗശാന്തി, അത്ഭുതം, പിന്നെ പണപ്പിരിവ് ഇങ്ങോട്ട്. അപ്പൊ ഇതിനെ തിരസ്കരിക്കുന്ന പെന്തക്കോസ്റ്റുകാർ തന്നെയുണ്ട്. അവർ തന്നെ ഈ ഓൺലൈനിൽ നമ്മളെക്കാൾ അധികം വിമർശനം നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ പെന്തക്കോസ്റ്റിൽ ഈ അന്യഭാഷയെ പരിശുദ്ധാത്മാവെന്നുള്ള പറയുന്ന അന്യഭാഷയെ പിന്നെ പരിശുദ്ധാത്മാവിൽ നടത്തുന്നു എന്ന പ്രവചനത്തെ അതിനെയൊക്കെ പരിഹസിക്കുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്റ്റുകാരുണ്ട്. നിങ്ങൾ തന്നെയാണ് ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ യഹൂദന്മാരുടെ ഇടയിൽ അവർ പറഞ്ഞു ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം 5. ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ കറക്റ്റ് അല്ലേ? 5. പഞ്ചഗ്രന്ഥി അല്ലെ പെന്റാറ്റ്യൂക്ക്. അപ്പൊ ആദ്യത്തെ 5 പുസ്തകങ്ങൾ നമുക്ക് അംഗീകരിക്കാം. കാരണം നമുക്കൊരു ഐഡിയ, ദൈവത്തെ പറ്റിയൊരു ഐഡിയ. പിന്നെ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ ന്യായപ്രമാണം, കൊല്ലരുത്, കുത്തരുത്, പിടിക്കരുത്, ചാണ്ടരുത്, തോണ്ടരുത്, മൂട്ടിക്കരുത്. അപ്പൊ നമുക്ക് മര്യാദയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി ലൈഫ് നയിക്കാൻ വേണ്ടി ഈ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം എന്ന് 5 പുസ്തകങ്ങൾ മാത്രം അംഗീകരിക്കുക. അത് കഴിഞ്ഞുള്ള ഒരുത്തന്റെ ഒരു തള്ളു നമ്മൾ അംഗീകരിക്കുകയില്ല. ആരുടെ തള്ളെന്ന് ഉദ്ദേശിക്കുന്നതാ? യശയാവ്, യെരമ്യാവ്, ഓബദ്യാവ്, ആമോസ്, മീക്കായ്, സെഫന്യാവ് ഉണ്ടല്ലോ. കർത്താവ് ഉടനെ വരും, തീ പോലെ വരും, അത് ചെയ്യും, മറ്റവനെ താളടിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും, നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ ലാളിക്കും, നിനക്ക് അത് തരും, നിനക്ക് മുന്തിരിക്കൊല കിളിപ്പിച്ചു തരും, നിന്റെ മുന്തിരിവള്ളി തളർപ്പിക്കും, മുന്തിരിവള്ളിയുടെ കീഴെയിരുത്തി നിന്നെ ആശ്വസിപ്പിക്കും. ഇങ്ങനത്തെ തള്ളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നുമില്ല. അതുകൊണ്ട് പ്രവാചകന്മാരെന്ന് പറയുന്ന ഐറ്റം വേണ്ടേ വേണ്ട. നിങ്ങൾക്ക് അവരുടെ ചിന്ത മനസ്സിലായോ? അങ്ങനെ ആദ്യത്തെ 5 പുസ്തകം മതി. ഈ കണ്ട ഇങ്ങനെ ദൈവം വരുന്നു, അത് വരുന്നു, ഒരു സ്വപ്നം വരുന്നു, പിന്നെ മാലാഹ വരുന്നു, മാലാഹ അത് വേണ്ട. അങ്ങനെ തീരുമാനിച്ച ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ പേരാണ് സദൂക്യർ. സദൂക്യർ ഈ ആദ്യത്തെ 5 പുസ്തകം അംഗീകരിക്കത്തുള്ളൂ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പുനരുത്ഥാനം എല്ലാം ഈ ലോകത്തിൽ തന്നെ. മനസ്സിലായോ? ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചൂടെ, ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തിരികൊളുത്താം എന്ന് പാടുന്നവരാണ് സദൂക്യർ. അപ്പൊ പിന്നെ ഈ ലോകത്തിൽ തന്നെയാണ് എല്ലാം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നത്. അതാണ് പൗലുസ്ലിയ ഒന്നാന്തരം പരീക്ഷരായിരുന്നു കേട്ടോ. പരീശന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വിശ്വസിക്കാണ്. യെശയ്യാവ് പറഞ്ഞത് വള്ളി പുള്ളി വിടാതെ വിശ്വസിക്കും. രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ലെൻസ് വെച്ച് നോക്കും, കർത്താവ് അതിനിടയിൽ കൂടെ വരുന്നുണ്ടോ, ദൈവം അനുഗ്രഹിക്കുന്നുണ്ടോ, മുഴുവൻ അങ്ങ് വിശ്വസിക്കുക, അക്ഷരം പ്രതി വിശ്വസിക്കുകയാണ്. അവർക്ക് ഭക്തിയെ ഭയങ്കര വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ല പെണ്ണുങ്ങളെ കണ്ട് മോഹിച്ചു പോയാലോ എന്നോർത്ത് കണ്ണും മറ്റും കെട്ടിക്കൊണ്ട് പോകും. ബ്ലൈൻഡ് ഫാരിസി എന്ന് വിളിക്കുന്നത് പരീശന്മാരിൽ ഏറ്റവും കൂടിയ അനവ. അതുകൊണ്ടാണ് യേശു കുരുടനായ പരീശനെ എന്ന് ബൈബിളിൽ നിങ്ങൾക്ക് കാണാം. കുരുടനായ പരീശനെ. ഇവന്മാർ ഈ കണ്ണും കെട്ടിക്കൊണ്ടുപോയി വല്ലയിടത്തൊക്കെ തട്ടി വീഴും. പിന്നെ ഇവരുടെ അനുയായികളുണ്ട് ഈ കോന്തല പിടിച്ചോണ്ട് ഇങ്ങനെ വീഴാതെ കൊണ്ടാണ്. ചില അസിസ്റ്റന്റ് ഇല്ലാത്ത വിശുദ്ധി കൂടുന്നവന്മാരെ തട്ടി വീണിട്ട് ദേഹം മുഴുവൻ മുറിഞ്ഞ് ഈ യെരുശലേം ദേവാലയത്തിൽ വരുമ്പോൾ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് ഈ പരീശന്മാർ വരുന്നത്. കാരണം തട്ടി പെണ്ണുങ്ങളൊന്നും കാണാതിരിക്കാനേ. ബ്ലീഡിങ് ഫാരിസി എന്ന് പറയും, രക്തം ഒലിപ്പിക്കുന്ന പരീശൻ. ഇങ്ങനെ ചോരയൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന വലിയ ഇതാണ്, വിശുദ്ധിക്ക് വേണ്ടി ത്യാഗം സഹിക്കുക. ഇന്നത്തെ വിശുദ്ധന്മാർ അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ പെന്തക്കോസ്റ്റിലെ വിശുദ്ധ പ്രസംഗന്മാർ അങ്ങനെയൊന്നുമല്ല. എവിടെയെങ്കിലും പെണ്ണുങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ രാത്രിയിലാണെങ്കിൽ പ്രത്യേകിച്ച് സഹായിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് നിർത്തും. അപ്പൊ ഇത് അങ്ങനെയുള്ളതാണ് പരീശന്മാര്. പരീശന്മാരെന്ന് പറഞ്ഞ് ഇതെല്ലാം വള്ളി പുള്ളി അക്ഷരം പ്രതി കുത്തുകോമ വിസർഗം എല്ലാം വിശ്വസിക്കും. വള്ളിയും പുള്ളിയും കടന്നു പോകത്തില്ല, അങ്ങനെ വിശ്വസിക്കുന്നത് പരീശന്മാർ. കടുപിടുത്തക്കാരാണ്, എല്ലാം വിശ്വസിക്കുന്നവർ. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ സദൂക്യന്മാരെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. അവർക്ക് റോമുമായിട്ട് ചെറുതല്ലാത്തൊരു ബന്ധമാണ്. ഇപ്പൊ റോം ഭരിച്ചാൽ എന്നാ, നമുക്ക് നമ്മുടെ ഞം വെച്ചാൽ പോലെ. യെരുശലേം പള്ളി യേശുവിന്റെ കാലഘട്ടത്തിൽ പരീശന്മാരുടെ കൺട്രോളിലായിരുന്നോ സദൂക്യരുടെ കൺട്രോളിലായിരുന്നോ? നിങ്ങൾക്കറിയോ? യേശുവിന്റെ കാലത്ത് യെരുശലേം ദേവാലയത്തിന്റെ കംപ്ലീറ്റ് കൺട്രോൾ സദൂക്യരുടെയിലായിരുന്നു. ഈ പരീശന്മാർ ഇങ്ങനെ പുറംവഴി നടക്കായിരുന്നു. അതായത് നമ്മുടെ കെ സി ജോണും മറ്റേ ജോണുണ്ടല്ലോ, പ്രസിഡന്റ് ആയിരുന്നേ, ജേക്കബ് ജോൺ.
IPC ജേക്കബ് ജോണും KC ജോണും കൂടെ ഭരിച്ചോണ്ടിരുന്നപ്പം ഫിലിപ്പി തോമസ് ഒക്കെ ആ കുമ്പനാട് കൂടെ നടന്ന പോലെ ചുമ്മാ ചന്തയ്ക്ക് പട്ടി പോകുന്നവർ ഇങ്ങനെ അതിലെ പോയി ഇതിലെ പോയി ഒന്നുമില്ലാതെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെയാണ് യേശുവിന്റെ കാലത്തെ പരീശന്മാര്. പിന്നെ വേറെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ രമേശ് ചെന്നിത്തല നടക്കുന്ന പോലെ ആരും കേൾക്കുന്നുമില്ല, ഒന്നുമില്ല, പുള്ളി ഇങ്ങനെ ആണ്ടൊക്കെ പറയുന്നു, ആരാ ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ കാലത്ത് ഈ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്ന ദൈവാലയത്തിന്റെ കംപ്ലീറ്റ് കൺട്രോൾ സദൂക്യർക്കാണ്. സദൂക്യർക്ക് നല്ല റാപ്പോർട്ടാണ് റോമുമായിട്ട്, നല്ല ബന്ധമാണ്. പണം പിരിക്കുന്ന ചുങ്കം പിരിക്കുന്നവരെല്ലാം സദൂക്യരാണ്. അതുകൊണ്ടാണ് ഈ പരീശന്മാർ വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ആ പശ്ചാത്തലം മനസ്സിലാക്കാനാട്ടോ ഞാനിതെല്ലാം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സദൂക്യരാരാണ്, പരീശരാണ്. അപ്പൊ ഇവന്മാർക്ക് പള്ളിക്കകത്ത് പോകാൻ പ്രാർത്ഥിക്കാന്നുള്ള അത് ഭയങ്കര ഗൃഹീർപ്പാ. അങ്ങോട്ട് ശരിയായില്ല. നമ്മുടെ എതിര് കമ്മിറ്റിക്കാര് ഭരിക്കുമ്പം ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഉപ്പിന് പോലും ഉപ്പില്ലെന്നൊക്കെ അങ്ങ് പറയുക, എല്ലാത്തിനും കുറ്റം പറയും. യേശുവിന്റെ കാലത്ത് യെരുശലേമിലെ ദൈവാലയത്തിലെ പുരോഹിതന്മാരൊക്കെ സദൂക്യരായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും വിശ്വാസമൊന്നുമില്ല. എന്നാൽ ഈ 5 പുസ്തകം വെച്ച് ഒരു സോഷ്യൽ ഓർഡർ, ഒരു കമ്മ്യൂണിറ്റി ലൈഫ് നയിക്കുന്നു. അതുകൊണ്ട് അവർക്ക് പ്രവാചകന്മാരിൽ വിശ്വാസമില്ല. ഒത്തിരി പേര് ചോദിക്കും, യേശു ജനിച്ചിട്ട് എന്തുകൊണ്ട് അവിടെയുള്ളവർ അംഗീകരിച്ചില്ല? നീയോ ബേത്ലഹേം ഒഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും എനിക്ക് നിന്നെ മേയ്പ്പാനുള്ള നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. സിയോൻ പുത്രിയെ നീ ഭയപ്പെടേണ്ട, നിന്റെ രാജാവ് ജയശാലിയായി കഴുതയുടെ പുറത്തും ചെറുകഴുത കുട്ടിയുടെ പുറത്തും കയറി വരുന്നു, നിന്നിലേക്ക് വരും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ അവർക്ക് വായിച്ചു നോക്കാൻ പറ്റായിരുന്നു. യേശുവിനെ അവരിതൊന്നും വിശ്വസിക്കുന്നില്ലായിരുന്നു. അവർ പ്രവചന പുസ്തകങ്ങളും വിശ്വസിക്കത്തില്ല, പ്രവചനവും നോക്കത്തില്ല. അവർ ഭൂരിപക്ഷവും സദൂക്യരായിരുന്നു. അവർ നെയിം സൈക്കിന് ഇത് നടത്തുകയാണ്. ഒരു ഇൻകം, നല്ല ഇൻകം ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്നത്തെ പെന്റക്കോസ്റ്റിലെ പാസ്റ്റേഴ്സ്, അവരിൽ ഈ ഭൂരിപക്ഷം ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ എല്ലാവരോടും പേഴ്സണലായിട്ട് സംസാരിക്കും. അവർക്കൊന്നും ഒരു വിശ്വാസമില്ല. കർത്താവായ യേശു വരുമെന്നോ ദൈവം ഉണ്ടെന്നോ പോലും വിശ്വാസമില്ല. പ്രിയപ്പെട്ട, അവർ നിങ്ങളെ കളിപ്പിക്കുന്ന, കാശ് മേടിക്കുന്ന നല്ലൊരു പ്രൊഫഷൻ എന്ന നിലയ്ക്കാണ് അവരിതിനെ കാണുന്നത്. എന്നാളും ഇങ്ങനെ ആയിപ്പോയി. ബാക്കി കാലം കൊണ്ട് ഇത് ഓടിക്കുക എന്നുള്ളതാണ്, വണ്ടി ഓടിക്കുക. മനസ്സിലായോ? അപ്പൊ അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ സദൂക്യർ, പരീശന്മാരുണ്ട്. അവർ 2 എക്സ്ട്രീമാണ്. സദൂക്യർ എവിടെ നിൽക്കുന്നു, പരീശൻ എവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് മനസ്സിലായോ? പരീശന്മാരാരാണ്, സദൂക്യരാരാണ്? ഇനി അടുത്തത് 3ാമത്തെ കൂട്ടരാണ് ഈ യസീനികൾ എന്ന് പറയും. യസീനികൾ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് വിശ്വസിക്കുന്നവരാണ്, പക്ഷെ പരീശന്മാരല്ല. തിരുവെഴുത്ത് അഗാധമായി, ആഴമായി, ആത്മാർത്ഥമായി വിശ്വസിച്ച് തിരുവെഴുത്തിനെ നെഞ്ചേറ്റിയ ഗ്രൂപ്പാണ് യസീനികൾ. സത്യത്തിൽ അവർ പരീശന്മാരാണ്, പക്ഷെ പരീശന്മാരിലെ വിശുദ്ധരാണ്, അതിവിശുദ്ധന്മാർ, ഹോളിനെസ് മൂവ്മെന്റ് ആണ്. അവർ യെരുശലേം പള്ളിയിലൊന്നും വരത്തില്ല, അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടത്തില്ല. കാരണം യേശുവിന്റെ കാലത്ത് യെരുശലേം ദൈവാലയത്തിൽ നിയമപ്പെട്ടകമില്ല. അതായത് ഈ ആരാധനയുടെ സെന്റർ പീസ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? ആർക്ക് ഓഫ് കവനന്റ് ആണ്, നിയമപ്പെട്ടകമാണ്. ഈ നിയമപ്പെട്ടകത്തിനകത്താണ് അഹ്റോന്റെ തള്ളുത്ത വടിയും മന്നായിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രവും നിയമത്തിന്റെ കൽപ്പലകയും മോശയ്ക്ക് കൊടുത്തത്. അത് 3 വെച്ചിട്ട് കെരൂബുകളുടെ അടിയിൽ വെക്കുന്നത്. അതാണ് അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നത്. യേശുവിന്റെ കാലത്ത് അതില്ല, കാരണം ഇത് പണ്ടേ പോയി. അപ്പൊ നിയമപ്പെട്ടകം ഇല്ലാത്ത ഒരു പൊള്ളയായ ദൈവാലയമാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ മശിഹ വരുന്നവരത്തേക്ക് സിംബോളിക്കലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എസീനികൾക്ക് അവിടെ വലിയ കാര്യമില്ല, കാരണം നിയമപ്പെട്ടകം അവിടെ ഇല്ല. അതുകൊണ്ട് എസീനികൾ ദൈവാലയത്തിൽ വരത്തില്ല. അവർ മരുഭൂമിയിൽ പോയി താമസിക്കുകയാണ്. മരുഭൂമിയിൽ പോയി. ഈ എസീൻ സമൂഹത്തിലെ അവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ സ്ക്രിപ്ചറുകൾ, പ്രത്യേകിച്ച് പ്രോഫറ്റിക് ബുക്കുകൾ വായിക്കുക, മശിഹ വരുന്നതിനെ പ്രതീക്ഷിക്കുക, തങ്ങളിൽ നിന്ന് മശിഹ വരുമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. തങ്ങളിൽ ഒരാളായിരിക്കും മശിഹ. ഈ എസീൻ വലിയ വിശുദ്ധരായിരുന്നു. നോമ്പും ഉപവാസവും ഒക്കെ അനുഷ്ഠിച്ച് അവരിങ്ങനെ ബൈബിൾ കോപ്പികൾ എഴുതുമായിരുന്നു. അവരെഴുതി വെച്ച കോപ്പികളാണ് ഈ കുമ്രാൻ സ്ക്രോൾസ് 1947 കണ്ടെടുത്ത്. അപ്പൊ ഈ എസീനുകളിൽ ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ. ചെറുപ്പത്തിൽ എസീൻ ഗ്രൂപ്പിൽ പെട്ടാണ്. അതുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. യേശുവും അവിടുത്തെ ഫ്രീക്വന്റ് വിസിറ്റർ ആയിരുന്നു. കാരണം യേശു മരുഭൂമിയിലേക്ക് ആത്മാവനെ നടത്തിയപ്പോൾ എസീൻ സമൂഹത്തിൻ്റെതായ പരീക്ഷണങ്ങളും ചോദ്യങ്ങളും ഒക്കെ യേശുവിന് അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് നീ ആർ യു എലിജിബിൾ ടു ബി എ മസായ, മശിഹയാകാൻ നീ യോഗ്യനാണോ എന്നവർ പരിശോധിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ എസീൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മരുഭൂമിയിലുണ്ട്.
പിന്നെയുള്ളതാണ് ഇതിങ്ങനെയൊന്നും നമ്മൾ നിന്നാൽ പറ്റത്തില്ല. പാട്ടും പ്രാർത്ഥന പുസ്തകവായനവും വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയ്ക്കകത്ത് നടൻ സുകുമാരൻ പറയുന്നുണ്ട്, അളിയൻ പോയി വേദപുസ്തകം വായിക്കുക, ഈ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അപ്പുറേ തല്ലാനൊക്കെ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് റോമിനെതിരായിട്ട് സായുധ സമരം നടത്തി, കലാപം നടത്തി, റോമിൽ നിന്ന് യെരുശലേമിനെ സ്വതന്ത്രമാക്കണം എന്ന് വിശ്വസിക്കുന്ന സായുധ കലാപം നടത്തുന്ന കലാപകാരികൾ, അവരാണ് തീവ്രവാദ വിഭാഗം, അവരെയാണ് എരിവുകാർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബറാബാസ് ഉണ്ടല്ലോ, യേശുവിന് പകരം വിട്ട ബറാബാസൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ട എരിവുകാർ, അല്ലെങ്കിൽ ഇന്നത്തെ പേര് പറഞ്ഞ ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകൾ എന്നൊക്കെ വേണം വിളിക്കാം. തീവ്രവാദ സ്വഭാവമുള്ള എരിവുകാർ. പിന്നെ ഹെറോദിയർ എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഗാങ് ആണ്, രാഷ്ട്രീയമായിട്ട് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് പൊളിറ്റിക്സ് നടത്തുന്നത്. അപ്പം എരിവുകാരെ നമുക്ക് നക്സലേറ്റുകളായിട്ടും ഹെറോദിയരെ നമുക്ക് മാർക്സിസ്റ്റുകാരായിട്ടും കാണാൻ പറ്റും, ഇന്നത്തെ ഒരു കമ്പാരിസണിൽ പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള വിവിധ ഗ്രൂപ്പുകളാണ്. അപ്പം പരീശന്മാരെ പറ്റി പറയുമ്പം ഗോ ബാക്ക് ടു ട്രഡീഷൻസ്, സ്ക്രിപ്റ്റേഴ്സ്, പാട്രിസ്റ്റിക് സ്റ്റഡീസ് ആണ്. പാരമ്പര്യത്തിലേക്കും പൂർവിക പാരമ്പര്യത്തിലേക്കും മടങ്ങിപ്പോണം. ഗോ ബാക്ക് എന്ന് പറയുന്നവരാണ് പരീശന്മാർ. സദൂക്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് നമ്മൾ കാലത്തിനനുസരിച്ച് മുന്നേറണം, അതുകൊണ്ട് ഗോ വിത്ത് ദ സൊസൈറ്റി എന്നുള്ള അവരുടെ പ്രിൻസിപ്പിൾ. എസീന്ന് പറഞ്ഞാൽ ഗോ ഔട്ട് ഓഫ് ദ സൊസൈറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോവുക, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. ഈ എരിവുകാര് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകൾ പറഞ്ഞാൽ ഗോ എഗനിസ്റ്റ് ദ സൊസൈറ്റി, സിസ്റ്റത്തിനെതിരായിട്ട് പോവുക, ആക്രമിക്കുക. അതാണ് അവരുടെ ചിന്ത. ഇങ്ങനെയുള്ള പല ആശയത്തിലുള്ള പല ഗ്രൂപ്പുകളാണ്. ഒരു കാര്യത്തിൽ ഇവരെല്ലാം യോജിച്ചു, ഇവരെല്ലാവരും യേശുവിനെതിരായിരുന്നു. അതുകൊണ്ടാണ് ഹെറോദ്യനെയും കൂടെ കൂട്ടി പരീശന്മാർ പോയി യേശുവിനോട് ചോദിച്ച ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 22 അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഗുരോ നീ സത്യവാനും, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇതാരാ ചോദിക്കുന്നത്. ഗുരോ നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്ന എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ് എന്ന് ചോദിച്ചതിന് കൈസറുടേതാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അത് കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു, അവനെ വിട്ട് പോയി കളഞ്ഞു. അപ്പൊ സ്വരൂപവും മേലെഴുത്തും, ഈ നാണയത്തിലെ സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? കൈസറുടേതാണ്. അപ്പൊ യേശു പറഞ്ഞു, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. അപ്പൊ ദൈവത്തിനുള്ള എന്താണ്? കൈസർക്കുള്ള എന്താണ്? കൈസറുടെ സ്വരൂപവും മേലെഴുത്തും ഈ നാണയത്തിലുണ്ട്. അപ്പൊ ദൈവത്തിനുള്ളത് എന്താണ്? ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തും ഏതെങ്കിലും നാണയത്തിലുണ്ടെങ്കിൽ അത്. ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തും എവിടെയാണുള്ളത്? ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തും നിന്നിലാണുള്ളത്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവൻ നിന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ മേലെഴുത്ത് നിന്റെ മേലുണ്ട്. അവന്റെ നാമം നിന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുകയും. മനസ്സിലായി? അതാ പറഞ്ഞത്, ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ
താതസുതാശ്വാസപ്രധനേ അൻപൊടു കൈക്കൊണ്ടിടണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഖം. ഇതാണ് ശരിയായ ആരാധന. അതിനു പകരം മെമ്മറീസും ബാക്കി വറീസും എല്ലാം കൂടെ ഈ ഫോണിൽ കൂടെ പറയുന്ന എന്താണ്? നിങ്ങളുടെ തുട്ടുകൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. തുട്ടല്ല കേട്ടോ, നോട്ടുകൾ സൂക്ഷിച്ചു വെക്കണം. ഈ ലോക്ക്ഡൌൺ മാറി കഴിയുമ്പോൾ കൊണ്ടുവരണം. കൊണ്ടുവാ നീ നല്ല പുത്തൻ പടക്കണ നോട്ട് കൊണ്ടുവാ. ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ട്രൂ വർഷിപ്പിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആരാണ്? സുറിയാനി സഭയാണോ ഈ കള്ളക്കൂട്ടങ്ങളാണോ? നിങ്ങൾ അവർ നിങ്ങളുടെ പൈസ ചോദിക്കുക. അടച്ചിട്ട് ഗതികേടിലിരിക്കുന്ന നിന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് പൈസ. സ്തോത്ര കാഴ്ച. നിന്നിലല്ല അവന് താല്പര്യം, നിനക്കുള്ളതിലാണ്. എന്നാൽ ദൈവം നിനക്കുള്ളതിൽ താല്പര്യപ്പെടുന്നില്ല. മുറിവേറ്റ്, കൊള്ളയടിക്കപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, മരണാസന്നനായി വഴിയരികെ കിടക്കുന്ന ആ മൃതപ്രായനോട് കരുണ തോന്നുകയാണ്. ആ മൃതപ്രായനിൽ അഭിനിവേശം തോന്നുകയാണ്. മദർ തെരേസ കൽക്കട്ടയുടെ തെരുവുകളിൽ രാത്രിയിലും വിളക്ക് പിടിച്ച് നടക്കുമായിരുന്നു. ഏതെങ്കിലും കല്ലുകളിൽ നിന്ന് ഞരക്കമുണ്ടോ? മരണാസന്നർ, ഉപേക്ഷിക്കപ്പെട്ടവർ, മുറിവേറ്റവർ, മൃതപ്രായർ, കുഷ്ഠരോഗികൾ, നായ നക്കി കിടക്കുന്നവർ, അവരെ തേടി തേടി തേടി. ഇവിടെ പുതിയ കാറ് ഒരെണ്ണം രജിസ്റ്റർ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നമ്പര് എടുത്ത് RTO ഓഫീസിൽ പോയി അത് ആരാ കാറ് മേടിച്ചത്, അങ്ങനെ പണക്കാരുടെ മുഴുവൻ ലിസ്റ്റ് എടുത്ത് അവരെ എങ്ങനെ തങ്ങളുടെ സഭയിൽ എത്തിക്കാൻ, തങ്ങളുടെ കൊള്ളസംഘത്തിൽ എത്തിച്ച് അവരെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണമാണ്. പാവപ്പെട്ടവരിൽ നല്ല ഇൻട്രസ്റ്റ്. പക്ഷെ കർത്താവ് എളിയവരിലാണ് വസിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുകയും. അപ്പൊ നിങ്ങൾക്കുള്ളതിൽ താല്പര്യപ്പെടുന്നവനല്ല യഥാർത്ഥ ഇടയൻ, യഥാർത്ഥ ശുശ്രൂഷകൻ. നിങ്ങളിൽ താല്പര്യപ്പെടുന്നവനാണ്. They are not interested in you. നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ യൗവനം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, ഓരോ നഷ്ടങ്ങളിലും ഓരോ ഗ്രൂപ്പ് നിങ്ങളെ വിട്ടുപോകും. യൗവനമുള്ളപ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മുടെ ചുറ്റുമുണ്ട്, ആരോഗ്യമുള്ളപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് നമ്മുടെ ചുറ്റുമുണ്ട്, സമ്പത്തുണ്ടെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് നമ്മുടെ ചുറ്റുമുണ്ട്, അധികാരമുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മുടെ ചുറ്റുമുണ്ട്. അധികാരം പോകട്ടെ, ഒരു വലിയ ഗ്രൂപ്പ് വിട്ടുപോകും. സൗന്ദര്യം പോകട്ടെ, മറ്റൊരു ഗ്രൂപ്പ് നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ ആരോഗ്യം പോകട്ടെ, വേറൊരു ഗ്രൂപ്പ് വിട്ടുപോകും. നിങ്ങളുടെ പണം പോകുമ്പോൾ അവസാനത്തെ ഗ്രൂപ്പ് നിങ്ങളെ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ ഒരു സ്വരം കേൾക്കും. ഒരു നോട്ട്, സ്വരൂപവും മേലെഴുത്തും, ഒരു നോട്ട് മുഷിഞ്ഞു നാറി കീറിപ്പോയി, ഒന്നിനും കൊള്ളത്തില്ല. പലചരക്കടെ കൊടുത്തപ്പം അയാൾ പറഞ്ഞേ ഇതെടുക്കത്തില്ല കേട്ടോ, കാരണം നമ്മൾ 15 കൊല്ലമായി ഞാൻ ആ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നു. പക്ഷെ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു ശുഭു, ഇത് ബുദ്ധിമുട്ട്. പിന്നെന്താ ചെയ്യുന്നു? ഐസ്ക്രീം മേടിക്കാൻ ചെന്ന് അയാൾ സംഭവിക്കത്തില്ല, ലോട്ടറി എടുക്കാൻ ചെന്ന് സംഭവിക്കുന്നില്ല, പച്ചക്കറി കട എടുക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു തറമക്കാരൻ വിറ്റത്. അമ്മാ വല്ലതും താ അമ്മാ, കൊഞ്ചം കടയ്യാ. എന്നാ പിന്നെ ഇവന് കൊടുത്തേക്കാം. പയ്യ ഇതെടുത്തോണ്ട് അവിടെ കണ്ട അവന്റെ പാത്രത്തിലോട്ടിട്ട് ഞാൻ തിരിഞ്ഞപ്പം, സാറേ ഈ നോട്ട് വേണ്ട കേട്ടോ, എനിക്ക് വേണ്ട, എനിക്കിത് കിട്ടിട്ട് കാര്യമില്ല. പിച്ചക്കാരന് പോലും വേണ്ട, ആരും എടുക്കുന്നില്ല. പക്ഷെ ആ നോട്ട് നമ്മള് റിസർവ് ബാങ്ക് കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ, റിസർവ് ബാങ്കിന്റെ കൗണ്ടറിൽ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെ നോട്ട് മാറുന്ന ഒരു ക്യൂ ഉണ്ട്. അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ റെപ്രസെന്റേറ്റീവ് നമ്മുടെ ഈ മുഷിഞ്ഞ് നാറിയ കീറിയ നോട്ട് വളരെ ചിരിച്ചുകൊണ്ടാണ് മേടിക്കുന്നത്. അത് മേടിച്ചു വെച്ചിട്ട് നമുക്ക് പുത്തൻ നോട്ട് തരും. അതിന്റെ കാരണം ആ നോട്ടിലുള്ള സ്വരൂപവും മേലെഴുത്തും ആ ബാങ്ക് ഗവർണറുടേതാണ്.
അവരുടെ സീലാണ്, അവരാണ് അത് ഇറക്കിയിരിക്കുന്നത്. നീ എത്ര ക്ഷീണിതനായാലും, നീ എത്ര രോഗിയായാലും, നീ എത്ര ദരിദ്രനായാലും, നീ എത്ര ഉപേക്ഷിക്കപ്പെട്ടവനായാലും, ഈ പാസ്റ്റർമാർക്ക് ആർക്കും നിന്നിൽ ഒരു താല്പര്യവും കാണത്തില്ല. പക്ഷേ യേശു കർത്താവിന് നിന്നിൽ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതിലെ സ്വരൂപവും മേലെഴുത്തുമാരുടേതാണ്, കൈസറുടേതാണ്. താല്പര്യം കാണും, എം.എ. വർഗീസിനും മറ്റ് ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് ഇതിൽ താല്പര്യം കാണും. പക്ഷേ ദൈവത്തിനുള്ളത് ദൈവത്തിന് നീ കൊടുപ്പി. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പി. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പി, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പി. മാനസശുദ്ധിവരുത്തണമേ ദൈവസുതാനി എന്നാത്മാവിന്നു വിശുദ്ധിവരുത്തണമേ ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. അന്ത്യദിനത്തിൽ നാഥാ നീ സന്തോഷിപ്പിക്കണമെന്നെ ആത്മശരീര മനസ്സുകൾ നിൻ സ്തുതി പാടുന്നു കനിയണമേ. കോപകലർന്ന വിളക്കുകള ഞാൻ കത്തി പാറാകണമേ. ആത്മശരീര മനസ്സുകള എന്നോട് തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസ പ്രദനേ അൻപോടു കൈ കൊണ്ടിടണമേ. സ്വർഗസ്ഥ പിതാവേ എന്നിൽ മാനസശുദ്ധിവരുത്തണമേ ദൈവസുതാനി എന്നാത്മാവിന്നു വിശുദ്ധിവരുത്തണമേ ആശ്വാസപ്രദനാകുന്ന ആത്മശരീര മനസ്സുകളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ചോദിക്കുന്നത്. നിന്നെയാണ് വേണ്ടത്, നിനക്കുള്ളതിനെയല്ല. നിനക്കുള്ളതിനെ വേണ്ടത് ഈ ലോകത്തിലെ കള്ളന്മാർക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അവർ ഈ ലോക്ക്ഡൗൺ കാലത്തും ഓൺലൈനിലൂടെ നീരാളിക്കരങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ടേൺ ഓഫ് ദെയർ ലൈവ് സ്ട്രീംസ്. ഈ കാലത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയമാണ്. നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുക. നിങ്ങൾ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പം അത് പരീശന്മാരുടെയും ഹെറോദ്യരുടെയും ഊഴം കഴിഞ്ഞപ്പോൾ അടുത്തത് പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവന്റെ അടുക്കൽ വന്നു. ഗുരോ, എല്ലാവരും വലിയ സോപ്പാ. ഗുരോ, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവരവിവാഹം കഴിച്ച് തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരില് ഒന്നാമത്തവൻ വിവാഹം കഴിച്ചു, മരിച്ചുപോയി. അവന് മക്കളില്ലായിരുന്നു. സന്തതി ഇല്ലായികയാൽ തന്റെ ഭാര്യയെ സഹോദരൻ വിവാഹം കഴിച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7ാമൻ വരെയും അങ്ങനെ തന്നെ മക്കളില്ലാതെ മരിച്ചു. എന്തൊരു സ്റ്റോറിയാ. ഒടുവിൽ സ്ത്രീയും മരിച്ചു.
എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 70 ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നല്ലോ എന്ന് ചോദിച്ചു. ഇതാ കർത്താവ് കുഴഞ്ഞു. പുനരുത്ഥാനവും ചീറ്റി, പ്രവചനവും ചീറ്റി, രണ്ടാം വരവും ചീറ്റി, നിത്യനരകം, നിത്യസ്വർഗം, നിത്യന്യായവിധി, നിത്യത, അങ്ങനെയുള്ള എല്ലാ ആശയങ്ങളും ചീറ്റി പൊട്ടി തെറിച്ചു പോയി. അതാണ് സദൂക്യന്മാർ കൊണ്ടുവന്ന് വെച്ച ട്രാപ്പ്. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നുമില്ല. അപ്പൊ യേശു കർത്താവിന് പറഞ്ഞ മറുപടി, അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് തിരുവെഴുത്തറിയാം. കാരണം തിരുവെഴുത്താണല്ലോ മോശയുടെ ദേവരവിവാഹ സമ്പ്രദായത്തെ പറ്റി ഉള്ള ഭാഗം. അപ്പൊ നിങ്ങൾക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ഫ്രം ബൈബിളിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ചില വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ ദൈവശക്തി നിങ്ങൾക്ക് അറിയത്തില്ല. തിരുവെഴുത്ത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം. ഇപ്പൊ അവിടെയാണ് ഈ ഒരു പ്രധാന പ്രശ്നം വരുന്നത്. ഇപ്പൊ ഒത്തിരി ആളുകൾ ഇരുന്ന് തിരുവെഴുത്തുകൾ വായിച്ച് ദൈവത്തെ ആരാന്നറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ബൈബിളിൽ നോക്കിയിട്ട് തൃത്വം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു വരും. അവരെ സംബന്ധിച്ച് തിരുവെഴുത്തുകൾ അറിയത്തില്ല, ദൈവശക്തിയും അറിയത്തില്ല, പുനരുത്ഥാനം അതേക്കുറിച്ചൊക്കെ സംശയം ചോദിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ വായന ഭാഗത്തിലേക്ക് പോകാം. മത്തായി സുവിശേഷം 12 അധ്യായം 38 മുതലുള്ള ഭാഗങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 38 മുതൽ. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. അപ്പം ഒരുപാട് ആളുകൾ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അടയാളം, കാരണം കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ അവർക്ക് അടയാളം ആവശ്യമാണ്. യേശു പറയാണ്, വ്യാജവും വ്യഭിചാരബോധവുമുള്ള തലമുറയാണ് ഈ അടയാളങ്ങളുടെ പിന്നാലെ, അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കർത്താവിന് ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമുള്ള വീട് പണിതിരിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകത്തില്ല. ഈ കൂടുതൽ ഇളക്കങ്ങളോ ചാട്ടങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവിൽ വിശ്വസിക്കുകയാണ് അവർ. സ്ട്രോങ് ഫൗണ്ടേഷനാണ് അവർക്കുള്ളത്. ഇന്നലെ ഞങ്ങളുടെ സൂമിലെ ഡിസ്കഷനിൽ, ഈ സൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഗ്ലോറിയസ് ദർബാർ എന്ന പേര് നമ്മുടെ ആളുകൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സംസാരിക്കാൻ വരുന്നുണ്ട്. ഇന്നലെയൊക്കെ രാത്രി വളരെ തിയോളജിക്കലി പ്രൊഫിഷ്യന്റ് ഡിസ്കഷനാണ് നടന്നത്. ഇന്നലെ നിത്യന്യായവിധി, ദൈവമാരാണ്, പിശാചിനെ പറ്റിയൊക്കെ വലിയ ഡിസ്കഷനായിരുന്നു. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു. ആ ഡിസ്കഷൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വലിയ കോൺട്രിബ്യൂഷനായിരുന്നു. ഇന്നലെ 48 പേര് ആ ഡിസ്കഷനിൽ പങ്കെടുത്തു. 48 പേർക്കും വീഡിയോയിൽ പരസ്പരം കാണാം. അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിൽ കണ്ട് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന പ്രേക്ഷകരൊക്കെ തന്നെയാണ് അതിൽ ജോയിൻ ചെയ്തത്. ഇന്നലെ സോമൻ, ബിന്നി പി ജോണ്, ജസ്ലിൻ ജയ, നമ്മുടെ അലക്സാണ്ടർ അച്ചായന്, വിനു ജോസഫ്, ഷിബു ജേക്കബ്, ഇതിനകത്തുള്ള മിക്ക ആളുകളും ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ഓരോരുത്തരുടെ, നമ്മുടെ ഷാജി ഷാമുവൽ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസ് കേട്ടപ്പം അത് തിയോളജിക്കലൊക്കെ വളരെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ലെവലിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അവരുടെ ഡിസ്കഷനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ട് ഇങ്ങനെ ഡിസ്കഷൻ. ഇപ്പം ഈ ലൈവ് കഴിയുമ്പം വീണ്ടും ആളുകൾ ജോയിൻ ചെയ്യുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. ഇന്നലെ ഇന്ത്യൻ സമയം വെളുപ്പിന് 5:30 വരെ ചർച്ചകളൊക്കെ നീണ്ടു. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പോകാം, വരാം, അങ്ങനെയാണ്. അപ്പം അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വ്യാജവും വ്യഭിചാരബോധവുമുള്ള തലമുറയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്നത്. അപ്പൊ അവർ ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിൽ ആരും അന്യഭാഷ പറയാത്തത്? കാരണം അന്യഭാഷ ഒരു അടയാളമാണ്. എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇന്നലെ ഞാൻ സൂമിലെ ഡിസ്കഷനിൽ
വന്നൊരു ചോദ്യമാണ്, ഓർത്തഡോക്സിൽ എന്തുകൊണ്ട് അന്യഭാഷ പറയുന്നില്ല? കാരണം അതിന് സിമ്പിൾ ഉത്തരം ഇതാണ്: വ്യാജവും വ്യഭിചാരബോധമുള്ള തലമുറയാണ്. കാരണം ദേ നീഡ് സൈൻസ്. കാരണം അന്യഭാഷ അടയാളമായിരിക്കുന്നത് അവിശ്വാസികൾ. പൗലുസ്ലിയ പറയുന്നുണ്ട് അത് എത്തരത്തിലുള്ള അടയാളമാണ്, അത് അവിശ്വാസികൾക്കുള്ള ഒരു അടയാളമാണ്. ഇത് സത്യവിശ്വാസികളാണ് ഓർത്തഡോക്സ് സഭയിലുള്ളത്. സത്യവിശ്വാസികൾക്ക് പിന്നെ എന്തിന് അന്യഭാഷ പറയുന്നത്? ഫൂളിഷ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓർത്തഡോക്സുകാർ എന്താണ് അന്യഭാഷ പറയുന്നത്? എന്തിനാണത് പറയുന്നത്? അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. എന്തിനാണ് വിശ്വാസികൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യവിശ്വാസികളാണ് ഓർത്തഡോക്സിൽ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ദേ ഡോണ്ട് നീഡ് എനി ഫർദർ സയൻസ്. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പം ഇവിടെ എന്നിട്ട് യേശു പറയാണ്, ഇവിടെ യോനായിലും വലിയവൻ തെക്കേരാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ ന്യായം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ ഭൂമിയുടെ അറുതുകളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. യേശു കർത്താവ് പറയാണ്, തന്നെ യേശു പറയാണ്, ഇറ്റ്സ് എ ഗ്രേറ്റർ ദാൻ ജോന, ഗ്രേറ്റർ ദാൻ സോളമൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ടെമ്പിൾ. യേശു സ്വയം കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ ഇതാ യോനായിലും വലിയവനാണ്, ശലോമോനിലും വലിയവനാണ്, ദൈവാലയത്തെക്കാൾ വലിയവനാണ്. He is greater than. Who is Jesus? He is greater than Jonah, he is greater than Solomon, and he is greater than temple. He is greater than everything. His name is above every name. Jesus Christ. അപ്പൊ അത് മനസ്സിലാക്കണം നമ്മുടെ കർത്താവ് ആരാണെന്ന്. ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കാരണം നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടാൻ വേണ്ടി പിന്നെ ഒരു അൺക്ലീൻ സ്പിരിറ്റിനെ പുറത്താക്കുന്നതായിട്ട് കാണുന്നു. അടുത്തത് ലൂക്കാസ് സുവിശേഷം 22, ലൂക്കാസ് സുവിശേഷം 22-ന്റെ 2 മുതൽ ഉള്ള ഭാഗങ്ങളാണ്. യേശുവിനെ കൊല്ലാൻ വേണ്ടി പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും എല്ലാം ശ്രമിക്കുന്നതായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 2:12 മുതൽ, യോഹന്നാന്റെ സുവിശേഷം 2:12 മുതൽ അടുത്ത ഭാഗം വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2:12 മുതൽ. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർത്തില്ല. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവരെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്പട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യോഹന്നാൻ അവനോട്, നിനക്കിങ്ങനെ ചെയ്യാം എന്നതിൽ നീ എന്ത് എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവനോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. യേശുവോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചുയർത്തതിന് ശേഷം ശിഷ്യന്മാർ ഓർത്തെടുത്തു. തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. പെസഹ പെരുന്നാളിൽ യേശുവിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്താണ് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെക്കുറിച്ച് വേറെ ഒരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അനേകർ യേശുവിൽ വിശ്വസിച്ചു, യേശുവോ അവരെ വിശ്വസിച്ചില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ദൈവം നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ വാക്യം വേണ്ടവർക്ക് യോഹന്നാൻ സുവിശേഷം 2:23. കാരണം യേശുവിൽ അനേകർ വിശ്വസിച്ചു. ഐ ബിലീവ് ഇൻ ജീസസ്. മനസ്സിലായി? ഐ ബിലീവ് ഇൻ ജീസസ്. ദാറ്റ്സ് എ ഗുഡ് ടെസ്റ്റിമണി. ബട്ട് ദ മെയിൻ ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് ജീസസ് ബിലീവ് ഇൻ യു? ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. വെരി ഗുഡ്. യേശു നിന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിന് നിന്നെ വിശ്വാസമുണ്ടോ?
ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് യേശുവിൽ അനേകർ വിശ്വസിച്ചു. ഓക്കെ, ഇത് പക്ഷെ യേശു അവരെ ആരും വിശ്വസിച്ചില്ല. കാരണം മനുഷ്യനകത്തിരിക്കുന്ന എന്താണെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് വേറൊരുത്തന്റെ സാക്ഷ്യം യേശുവിന് ആവശ്യമില്ലായിരുന്നു. വേറൊരുത്തന്റെ സാക്ഷ്യം യേശുവിന് ആവശ്യമില്ലായിരുന്നു. യേശു ദൈവാലയത്തെ വിശദീകരിക്കുകയാണ്. പിന്നെ താഴോട്ട് ധാരാളം വാക്യങ്ങളുണ്ട്. അതെല്ലാം ഓക്കെ. അടുത്ത യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവാലയത്തെ യേശു ശുദ്ധീകരിച്ച് അവിടെ കാളകളും പൊൻ വാണിഭക്കാരുടെ മേശകളും ഉണ്ടായിരുന്നു. ഇത് അന്നത്തെ 2 ട്രേഡായിരുന്നു. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും യഹൂദന്മാർ യാഗം കഴിക്കാൻ വേണ്ടി മൃഗങ്ങളുമായിട്ട് വരും. അപ്പോൾ ഊനമില്ലാത്ത മൃഗത്തെ വേണം യാഗം കഴിക്കാൻ. അപ്പോൾ അവിടെ പുരോഹിതന്മാർ നിപ്പുണ്ട്. അവന്മാരാണിത് പരിശോധിക്കുന്നത്, മൃഗത്തിന് ഊനമുണ്ടോ എന്ന്. അതായത് ആന്തരിക ക്ഷതം. ഈ ചെറുപ്പത്തിൽ ഇതിന് വല്ല ചതവോ ഒടിവോ പുറമെ ഒരു കുഴപ്പവും കാണത്തില്ല. ആന്തരിക ക്ഷതം ഉണ്ടോ ഇല്ലയോ എന്ന് പുറത്ത് ലക്ഷണങ്ങൾ നോക്കി കണ്ടെത്താനുള്ള കഴിവുണ്ട് അവർക്ക്. അപ്പൊ ഈ മൃഗത്തെ കൊണ്ടുവന്ന് അതിനെ പരിശോധിക്കും. അപ്പൊ നമ്മൾ പുറത്തേ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. ഡോക്ടർമാർ പരിശോധിച്ച് അവർ പറയുന്നതോ നമുക്കറിയത്തില്ല. അപ്പൊ ഇവര് നോക്കിയിട്ട് പറയും ഈ മൃഗം കൊള്ളത്തില്ല, മാറ്റാൻ പറയും. അപ്പൊ ദൂരേന്ന് വന്നു ഈ കാളയായിട്ട്. അപ്പൊ പിന്നെ എന്നാ ചെയ്യും സാറേ? അവിടെ നല്ല ക്ലീൻ ആയിട്ട് സർട്ടിഫൈഡ് മൃഗങ്ങൾ നിപ്പുണ്ട്. കാളയ്ക്ക് കാള, ആടിനാട് എല്ലാം നിപ്പുണ്ട്. അപ്പൊ ഈ കാള ഞാൻ എന്ത് ചെയ്യും? അതിനെ അവിടെ അങ്ങ് വല്ല അറവുകാർക്കും കൊടുക്കണം. കശാപ്പിന്, യാഗത്തിന് കൊള്ളത്തില്ല, കശാപ്പിന് കൊടുക്കണം. അപ്പൊ നിസാര വിലയെ കിട്ടത്തുള്ളൂ. ഇറച്ചി വിലയ്ക്ക് കൊടുക്കണം. കൊടുത്തിട്ട് മോഹ വിലയ്ക്ക് സർട്ടിഫൈഡ് കാളയെ മേടിച്ച് ഇവിടെ കൊണ്ട്. ഇവൻ ഈ കാളെ കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്ത് ട്രേഡ് ചെയ്യാണ്. ഈ കാളെ കൊണ്ട് 1000 രൂപയ്ക്ക് കൊടുത്തു. ഇപ്പുറത്ത് വരുമ്പം നല്ല കാള, സർട്ടിഫിക്കേഷനുള്ള കാളയ്ക്ക് 10,000 രൂപയാണ്. 10,000 രൂപ കൊടുത്ത് നല്ല കാളയെ മേടിച്ചു ഇവിടെ കൊണ്ട് യാഗത്തിന് കൊടുത്തു. അപ്പൊ ഇവിടെ അതിനെ അറുത്തു, ബിസ്മിയൊക്കെ ചൊല്ലി, ഊർശിലൊക്കെ ചൊല്ലി എല്ലാം അവിടെ യാഗം കഴിച്ചു. ഇവന് സമാധാനമായി, മറ്റൊരു സന്തോഷമായി. ഇവൻ ഈ അവിടെ കൊണ്ട് ഈ ഇറച്ചിക്കാളെ അടുത്ത് കൊടുത്ത സത്യത്തിൽ ഈ കാളയ്ക്ക് ഒരു കുഴപ്പമില്ല. ട്രേഡ് ചെയ്ത ആ കാള ഒരു മണിക്കൂർ കഴിയുമ്പം നല്ല മിടുക്കനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കഴുത്ത് തൂക്കി ഈ സ്റ്റാളിൽ വന്ന് വയ്ക്കും. അടുത്ത ആൾ വരുമ്പം ഈ 1000 രൂപയ്ക്ക് മേടിച്ച കാള 10,000-ന് അങ്ങ് പോകും. കാരണം ഈ പുരോഹിതന്മാർക്ക് ആർക്കും ദൈവത്തിൽ വിശ്വാസവും ഇല്ല, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല. അവരെല്ലാം സദൂക്യരാണ്. അതുകൊണ്ടാണ് ഈ സമ്പ്രദായം അവിടെ നടക്കുന്നത്. പരീശന്മാർ കുറെ നല്ലവരാണ് കേട്ടോ. നിങ്ങൾ ഈ എല്ലാവരും കടന്ന് കുറ്റം പറയും, പരീശന്മാർ മഹാപരീശനാണ്. സത്യത്തിൽ പരീശന്മാർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. കാരണം അവരൊന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, മാലാഖമാരിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രവചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് പരീശന്മാർ. പരീശന്മാരുമായിട്ടാണ് യേശു ഉണ്ട്. കാരണം യേശുവിന് പരീശന്മാരെ ഇഷ്ടം. കാരണം ഈ പറയാൻ കൊള്ളാം, കാരണം ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. പൗലൂസ് ഒരു പരീശനായിരുന്നു. അപ്പൊ ഈ പരീശന്മാരാണ് നല്ല ഗ്രൂപ്പ്. നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയാൻ പറ്റുന്നുണ്ട്. ചുമ്മാ പരീശനാന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുക. അപ്പൊ പരീശന്മാരാരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ പരീശന്മാരാണ് കുറെ കൂടെ ഒക്കെ മര്യാദ വന്നേനെ. ഇത് സദൂക്കര് ഒരു മയവും ഇല്ല. മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പോലെ 2 കൂട്ടരും കൊല്ലും. കമ്മ്യൂണിസ്റ്റുകാരും കൊല്ലും, കോൺഗ്രസ്സുകാരും കൊല്ലും. കോൺഗ്രസ്സുകാരെ വേദനിപ്പിക്കാതെ കൊല്ലും കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ അതാണ് സദൂക്കരും പരീശന്മാരും. ഉദാഹരണം പറഞ്ഞ കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നും പിണങ്ങൽ. അപ്പൊ ഇതാണ്. അപ്പൊ ഈ പരീശന്മാര് അല്ല, സദൂക്കരാണ് ഇത് നടത്തുന്നത്. പിന്നെ ഉള്ളത് നാണ്യപീഠമാണ്. ദൂരദേശത്ത് നിന്ന് ഇപ്പൊ 18 രാജ്യങ്ങളിൽ നിന്നാണ് ആള് പെരുന്നാളിന് വരുന്നത്. അപ്പൊ അവര് പല രാജ്യങ്ങളുമായിട്ട് കച്ചവടമാണ്. അന്നത്തെ കാലത്ത് പല കോയിൻസ് ആണ്. മിക്ക രാജ്യങ്ങളുടെയും കോയിനുകളിൽ അതാത് രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ തല ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിഗ്രഹമാണ്. അപ്പൊ ദൈവാലയ ഭണ്ഡാരം വിശുദ്ധമായതുകൊണ്ട് ദൈവാലയ ഭണ്ഡാരത്തിൽ ഒരിക്കലും മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ രൂപം കൊത്തിയ നാണയങ്ങൾ ഇടാൻ പാടില്ല, നിയമമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നാണയം എക്സ്ചേഞ്ച്, മണി എക്സ്ചേഞ്ച് നടത്തണം. അപ്പൊ ഈ രൂപങ്ങളുള്ള നാണയങ്ങൾ അവിടെ കൊണ്ട് കൊടുത്താൽ രൂപങ്ങളില്ലാത്ത ദൈവാലയ ഭണ്ഡാരത്തിൽ അർപ്പിക്കാൻ
അനുയോജ്യമായ ആ യോഗ്യതകളും മാനദണ്ഡങ്ങളും പാലിക്കുന്ന രൂപങ്ങളില്ലാത്ത നാണയങ്ങൾ പകരം കൊടുക്കും. പക്ഷെ ഭയങ്കര എക്സ്ചേഞ്ച് റേറ്റ് ഭയങ്കരമാണ്, കൊത്തിക്കൊല്ലും. ഇപ്പൊ 76 രൂപ ഒരു ഡോളറിന് കിട്ടും. പക്ഷെ ഞാൻ കൊച്ചി വന്നു, അപ്പൊ നിങ്ങൾ പറയാണ് ഈ ഒരു കടയേ ഉള്ളൂ. അപ്പൊ ഞാൻ $100 തരുമ്പോൾ 7,600 രൂപ കിട്ടണം. പക്ഷെ 5,000 തരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു അത് നഷ്ടമാണല്ലോ. എന്നാ പിന്നെ വേണ്ട. എനിക്കവിടെ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിക്കണം, ഇന്ത്യൻ രൂപ വേണ്ടേ? കൊടുക്കാൻ നിർബന്ധിതനാകുകയാണ്. എന്ന് പറഞ്ഞാൽ ആളുകളെ കുത്തിക്കൊല്ലുന്ന മാരകമായ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചുകൊണ്ടാണ് യെരുശലേമിൽ ഇവരിയ്ക്കുന്നത്. അതാ യേശു അത് തട്ടി മറിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത വ്യവഹാരങ്ങൾ കർത്താവ് വെറുക്കുന്നു. അതിനാണ് ഈ പ്രാവുകളെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ദൈവാലയ ശുദ്ധീകരണം, ക്ലെൻസിങ് ഓഫ് ടെമ്പിൾ. പെന്തക്കോസ്ത് സഭയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ കർത്താവിനെ ഒന്ന് വിളിച്ചാലോ? ആരെങ്കിലും വിളിക്കുമോ? അത്ഭുതം ചെയ്യാനാണ് കർത്താവിനെ വിളിക്കുന്നത്. വ്യഭിചാരികൾ, വ്യാജവും വ്യഭിചാരബോധമുള്ള തലമുറ കർത്താവെ വിശുദ്ധീകരിക്കാൻ വിളിക്കണം. അത് നമ്മുടെ സുറിയാനി പ്രാർത്ഥനയിൽ നോക്കാം. നമ്മുടെ ഈ പ്രാർത്ഥന മുഴുവൻ ഹോളിനെസ്സിന് വേണ്ടി കർത്താവെ ശുദ്ധീകരിക്കണം. ഇപ്പൊ നമ്മൾ പാട്ട് കേട്ടില്ലേ, മനസ്സശുദ്ധി വരുത്തണമേ. അതാണ് ട്രൂ ചർച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നഷ്ടപ്പെടുത്തത് എന്താണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30 മുതൽ. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്രേ ഇത് പറയുന്നത്. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യം ഉണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവരെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. കുറച്ചു മുമ്പ് വായിച്ച മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളത് എന്തെന്ന് യേശു അറിഞ്ഞു. ഇപ്പൊ യേശു തുറന്നു പറയാ, നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യം ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ നിമിത്തം ഞാൻ പറയുന്നു. യോഹന്നാൻ എനിക്ക് സാക്ഷ്യം നൽകി. യേശുവിന് സാക്ഷ്യം പറയുന്ന 5 പേര്, 5 സാക്ഷ്യമാണ് യേശുവിന്. എന്തൊക്കെയാണ്? 1, പിതാവ് എനിക്ക് സാക്ഷ്യം പറയുന്നു. അതാണ് സ്നാന സമയത്ത് തൊട്ടേ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2, യോഹന്നാൻ എനിക്ക് സാക്ഷ്യം പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 3, പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവിന് സാക്ഷ്യം നൽകുന്നു. 4, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നു. 5, പരിശുദ്ധ റൂഹ യേശുവിന് സാക്ഷ്യം നൽകുന്നു. 5 സാക്ഷ്യമാണ് യേശുവിനുള്ളത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ശരിയല്ല, നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? അപ്പം അവിടെ പറയാണ്, തിരുവെഴുത്തുകളെ നിങ്ങൾ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എനിക്ക് സാക്ഷ്യം നൽകുന്നു. അപ്പൊ അടുത്ത സാക്ഷിയാണ് സ്ക്രിപ്ചേഴ്സ്. അപ്പൊ യേശുവിന് സാക്ഷ്യം നൽകുന്ന ആരൊക്കെ ഉണ്ടെന്നാണ് യേശു പറയുന്നത്. 1, യോഹന്നാൻ സാക്ഷ്യം നൽകുന്നു. 2, യേശു പിതാവ് നൽകിയ പ്രവൃത്തികൾ സാക്ഷ്യം നൽകുന്നു. 3, യേശു തന്നെയും സാക്ഷ്യം നൽകുന്നു. 4, തിരുവെഴുത്തുകൾ അവന് സാക്ഷ്യം നൽകുന്നു. യോഹന്നാൻ സാക്ഷ്യം നൽകുന്നു, യേശുവിന്റെ പ്രവർത്തികൾ സാക്ഷ്യം നൽകുന്നു, യേശു തന്നെയും സാക്ഷ്യം നൽകുന്നു, പിതാവ് സാക്ഷ്യം നൽകുന്നു, തിരുവെഴുത്തുകൾ സാക്ഷ്യം നൽകുന്നു, പരിശുദ്ധ റൂഹ സാക്ഷ്യം നൽകുന്നു. ഇപ്പൊ സാക്ഷികൾ 6ആയി. ഇപ്പൊ ക്രിസ്തുവിന്റെ സാക്ഷികൾ ക്രിസ്തു പറയുന്നു എത്ര പേരാണ്? 6 പേര്. യേശുവിന്റെ വാക്കുകളിൽ തന്നെയാണ്.
യേശു പറയാണ്, യോഹന്നാൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക്, അവൻ എനിക്ക് സാക്ഷ്യം നൽകുന്നു. 2, പിതാവ് അനുഷ്ഠിക്കാൻ എനിക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. 3, പിതാവ് എനിക്ക് സാക്ഷ്യം നൽകുന്നു. 4, ഞാൻ സ്വയമായി സാക്ഷ്യപ്പെടുത്തുന്നു. 5, തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. 6, പരിശുദ്ധ റൂഹ സാക്ഷ്യം നൽകുന്നു. അങ്ങനെ 6 സാക്ഷ്യങ്ങളാണ് യേശുവിനുള്ളത്. പക്ഷെ ഈ തിരുവെഴുത്തുകൾ എന്നെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. നിങ്ങൾ ഇപ്പോഴും തിരുവെഴുത്തുകളിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്. തിരുവെഴുത്തുകൾ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിലേക്ക് തിരിയുക. ഈ കല്യാണാലോചന വന്നപ്പം ചെറുക്കൻ ഗൾഫിലാണ്. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിരിക്കുകയാണ് പെണ്ണ്. ചെറുക്കൻ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും നോക്കും. അവസാനം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞും ഈ പെണ്ണ് ഈ ഫോട്ടോയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, വിളി കേൾക്കുന്നില്ല. പിന്നെയും കർത്താവ് പറയാണ്, നിങ്ങളത് തലയൊന്ന് പൊക്ക്, പൊന്നു സഹോദരാ, തലയൊന്ന് പൊക്ക്. നിങ്ങളത് വായിക്കുന്നത് അത് എന്നെ കുറിച്ചാണ് പറയുന്നത്. നസറേത്തിലെ പള്ളിയിൽ വെച്ച് യെശയ്യാവിന്റെ പ്രവചനം കൊടുത്തപ്പോൾ യേശു അത് വിടർത്തി വായിച്ചിട്ട് പുസ്തകം മടക്കി. പള്ളിയിൽ ഇരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേലായി. യേശു പറഞ്ഞു, ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. നിങ്ങൾ ആ തിരുവെഴുത്തിലല്ല നോക്കണ്ട, ഇതാ ഇവിടെ 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 നോ. നമ്മൾ പലപ്പോഴും ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ക്രിസ്തുവിനെ നോക്കാതെ തിരുവെഴുത്തുകളെ നോക്കുന്ന ക്രിസ്ത്യാനികൾ വർദ്ധിക്കുന്നു. ക്രിസ്തുവിലേക്ക് നോക്കുക. ഇന്ന് ക്രിസ്തുവിനെ കാണുന്ന എവിടെയാണ്? നമ്മൾ പറഞ്ഞില്ലേ ക്രിസ്തുവിനെ എവിടെയാണ് കാണുന്നത്. അപ്പൊ അതാണ്. ഇനി തിരുവെഴുത്തുകളിൽ ധാരാളം ഭാഗങ്ങൾ ഇനിയും വായിക്കാറുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകും. ഈ ആഴ്ച ഹാസ്യാഴ്ചയാണ്, കഷ്ടാനുഭവ ആഴ്ച, വിശുദ്ധ വാരം, ഹോളി വീക്ക്, പീഠാനുഭവ വാരം, പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഈ ആഴ്ച നമ്മുടെ സഭയുടെ കലണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശോഭിതമായ ഒരാഴ്ചയാണ്. ഈ ആഴ്ചയിൽ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ പരിശുദ്ധ സ്ലീബായിലാണ്. പരിശുദ്ധ സ്ലീബായെ ധ്യാനിച്ചുകൊണ്ട് നമ്മളായിരിക്കും. കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട താഴ്മ, അവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കഷ്ടത, ആ കഷ്ടതകളെയാണ് നാം ധ്യാനിക്കുന്നത്. തിരുവെഴുത്തുകളുടെ ക്രമം നമുക്ക് സഭ അനുശാസിക്കുന്ന ലക്ഷണറിയാണ് നമ്മൾ വായിച്ചത്. ചൊവ്വാഴ്ചത്തെ വായന ഭാഗത്തിൽ പകുതി നമ്മൾ കഴിഞ്ഞു. ബാക്കി നമ്മൾ നാളത്തെ ധ്യാനത്തിൽ ഉൾപ്പെടുത്തും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ സാക്ഷ്യം നൽകുന്നവർ, അതേക്കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, സാക്ഷ്യം നൽകുന്നവർ 3 ഉണ്ട്. പിതാവ്, വചനം, ആത്മാവ്. ഇവ 3 ഒന്നത്രേ. ദേ എഗ്രി ഇൻ വൺ. അതൊന്നിൽ യോജിക്കുന്നു. ഈ ഒരു വാക്യം നമ്മുടെ ബൈബിളിൽ കാണുന്നില്ല. കിങ് ജെയിംസ് വേർഷനിൽ മാത്രമുള്ളൊരു വാക്യമാണ്. നിങ്ങളുടെ കയ്യിൽ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിൽ കിങ് ജെയിംസ് വേർഷൻ എടുക്കണം. അത് 1 യോഹന്നാൻ 5-ൽ 7 എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ആ വാക്യം ബാക്കി ബൈബിളുകളിലില്ല, എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അത് മെജോറിറ്റി ടെക്സ്റ്റ് എന്ന ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം മെത്തേഡ് അവലംബിച്ചുകൊണ്ട്. എന്താണ് ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം? ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം, ഹയർ ക്രിറ്റിസിസം എന്ന് 2 ഇതുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. വെരി വെൽ എക്സ്പ്ലെയിൻഡ് ലൈവ് ഉണ്ട്. പഴയ ലൈവിൽ നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ ചാനലുണ്ട്, ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ. അതിൽ പോയി ആർക്കൈവ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ലൈവ് കാണാൻ പറ്റും. അത് കേൾക്കുക. നിങ്ങൾക്ക് ആ ലൈവ് എവിടെയാണെന്ന് സംശയമുണ്ട്. നമ്മുടെ ഈ പ്രേക്ഷകൻ ഷിബു ജേക്കബിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് എല്ലാത്തിൻ്റെ ഒരു ഇൻഡെക്സ് ഒക്കെ ഉണ്ട്, ചോദിച്ചാൽ അദ്ദേഹം തരും. അപ്പോൾ ഈ ഇതനുസരിച്ച് ഭൂരിപക്ഷ മാനുസ്ക്രിപ്റ്റുകളിൽ അല്ലെ കയ്യെഴുത്ത് പ്രതികളിൽ ആ വാക്യം കാണുന്നില്ല എന്ന കാരണത്താലാണ് ആ വാക്യം എടുത്തു കളഞ്ഞത്. പക്ഷെ അത് സത്യത്തിൽ ശരിയല്ല. ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളുടെ എണ്ണം 5000 ഉള്ളപ്പോൾ 400 കയ്യെഴുത്ത് പ്രതികൾ കളക്ട് ചെയ്തിട്ടാണ് ഭൂരിപക്ഷ സിദ്ധാന്തം അവർ അവതരിപ്പിച്ചത്. അത് തന്നെയല്ല, മിക്ക കയ്യെഴുത്ത് പ്രതികളിലും ഫസ്റ്റ് ജോൺ ഇല്ല. അതായത് 400 കയ്യെഴുത്ത് പ്രതികളിൽ തന്നെ പലതിലും ഫസ്റ്റ് ജോൺ ഇല്ലാത്ത കളക്ഷൻസ് ആണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് 1 യോഹന്നാൻ 5-7 ഉപേക്ഷിച്ച് കളഞ്ഞത് യാതൊരു ന്യായീകരണവുമില്ല.
അത് ഉപേക്ഷിച്ച് കളഞ്ഞ് സെബല്യനിസവുമായിട്ടുള്ള ഒരു തർക്കം നിമിത്തം മനഃപൂർവ്വമായി ചില സഭക്കാര് ആ വാക്യം ഒരു കീറാമുട്ടിയാണെന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞതാ തർക്കം വരാതിരിക്കാൻ. സത്യത്തിൽ ആ വാക്യത്തെ ഉദ്ധരിച്ചിട്ടുള്ള സഭാപിതാക്കന്മാർ, ധാരാളം സഭാപിതാക്കന്മാർ ആ വാക്യത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. AD ആദ്യത്തെ നൂറ്റാണ്ട് മുതൽ തന്നെ ഞാനത് വേണമെങ്കിൽ അതായത് തെർത്തുല്യൻ AD 200 ആ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. തെർത്തുല്യൻ AD 200 ഏഗനിസ്റ്റ് പ്രക്സിസ് ചാപ്റ്ററിന് 25 എഴുതിയിട്ടുണ്ട്. അതുപോലെ AD 250 സിപ്രിയൻ, കാർത്തേജിലെ സിപ്രിയൻ ആ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ പ്രിസ്കില്യൻ AD 350 അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത്തനാസിയോസ് AD 350 ദ ഇൻകാർണേഷൻ, നമ്മുടെ ഫേവററ്റ് ബുക്ക്, അതിനകത്ത് ആ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇഡേഷ്യസ് ആ വാക്യം AD 350 ഉദ്ധരിച്ചിട്ടുണ്ട്. ഓറേലിയസ് AD 398 ആ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. കാർത്തേജ് കൗൺസിൽ AD 415 ആ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം സഭാപിതാക്കന്മാർ ഈ നൂറ്റാണ്ടുകളിലെല്ലാം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി മറ്റു ബൈബിളിൽ ഇല്ലാത്ത ഈ വാക്യം എങ്ങനെയാണ് കിങ് ജെയിംസ് വേർഷനിൽ വന്നത് എന്ന് ചോദിച്ചാൽ, ജെയിംസ് രാജാവിന്റെ കൊറോണേഷന് ശേഷം, കിരീടധാരണത്തിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് ഈ ബൈബിൾ തർജിമയാണ്. അതാണ് കിങ് ജെയിംസ് വേർഷൻ. അപ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ വെച്ച് ഏറ്റവും കുറ്റമറ്റ ഒരു തർജിമ വേണം എന്നതുകൊണ്ട് അദ്ദേഹം പരമാവധി കാര്യങ്ങൾ സമാഹരിച്ചു. അന്ന് ലഭ്യമായിരുന്ന ബൈബിൾ എല്ലാം തന്നെ, പ്രത്യേകിച്ച് ലാറ്റിൻ വൾഗേറ്റും സെക്കൻഡറി സോഴ്സ് ആയിട്ടൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം തർജിമ ചെയ്തത്. എന്നാൽ ഇത് പൊതുലോകത്തിന് അത്ര പരിചയമില്ലാത്ത ഒരു രഹസ്യം അതിനകത്ത് ഈ കിങ് ജെയിംസ് വേർഷന്റെ തർജിമയിൽ വന്നിട്ടുണ്ട്. കൊറോണേഷൻ, ഈ കൊറോണ എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് അർത്ഥം. കൊറോണേഷൻ എന്ന് പറഞ്ഞാൽ കിരീടധാരണം എന്നാണ് അർത്ഥം. അപ്പം ഈ കൊറോണ വരുന്നതെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരൊക്കെ പേടിക്കണം. അവരെന്നും ഈ കൊറോണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ വരണേ, കൊറോണ വരണേ, കൊറോണ തരണേ എന്നൊക്കെയാണ് അവരുടെ പാട്ടുകൾ. കാരണം കിരീടം തരണേ, അവൻ കിരീടം തരും, അവൻ നമുക്ക് ആ കിരീടം തരും, എല്ലാവർക്കും കിരീടം തരും എന്ന് പറഞ്ഞു ഇപ്പം എല്ലാവർക്കും കിരീടം വരികയാണ്. അന്നേരത്തേനും പേടിച്ച് പെരയ്ക്കാതിരിക്കുക, ശാസിക്കുക. കൊറോണ എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് സിമ്പിൾ അർത്ഥം. അപ്പം ഈ അന്ത്യോക്യയിൽ നിന്നുള്ള സുവിശേഷകര് AD 120 ഇറ്റലി ചെന്നപ്പോ, ഇറ്റ് ഹാപ്പൻ AD 120 AD 120 അന്ത്യോക്യയിൽ നിന്നുള്ളവര് ഒറിജിനൽ അൺഡിഫൈൽഡ് ന്യൂ ടെസ്റ്റമെന്റുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ ഇറ്റലിയിലെ മലയിലെ ഗുഹകളിൽ പാർക്കുന്ന ഈ എസീനുകൾ പോലെ ക്രിസ്ത്യൻ വിഭാഗമുണ്ട്. വാൾഡൻഷ്യൻസ് എന്ന് പറയും. വാൾഡൻഷ്യൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമാണ്. ഈ വാൾഡൻഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഈ താഴോട്ട് ഇറങ്ങി വരത്തില്ല. അവര് പ്യുവർ ഫെയ്ത്തുമായിട്ട് മലകളുടെ ഗുഹകളിൽ ഇങ്ങനെ പാർക്കുന്ന ഒരു വിശുദ്ധ ഗ്രൂപ്പാണ്. ഇപ്പൊ ഇവരെ സന്ദർശിച്ച് അന്ത്യോക്യൻ സഭയിൽ നിന്നുള്ള ഒറിജിനൽ ന്യൂ ടെസ്റ്റമെന്റ് വാൾഡൻഷ്യന്മാര് മേടിച്ചു. അവരുടെ ഗുഹയിൽ വെച്ചിട്ട് അവര് അത് തർജ്ജമ ചെയ്തു ലത്തീൻ ഭാഷയിലോട്ട്. ഇപ്പൊ ലത്തീൻ ഭാഷയിലേക്ക് അവരത് തർജ്ജമ ചെയ്ത് AD 150 തർജ്ജമ കംപ്ലീറ്റ് ചെയ്തു. AD 150 തർജ്ജമ ചെയ്ത ആ കോപ്പി വാൾഡൻഷ്യന്മാരുടെ ഗുഹകളിലുണ്ട്. അവരതാണ് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ വാൾഡൻഷ്യന്മാരിൽ നിന്ന് അതിന്റെ ഒരു കോപ്പി കരസ്ഥമാക്കി ഈ കിങ് ജെയിംസ്. അങ്ങനെയാണ് ജെയിംസ് രാജാവിന്റെ പരിഭാഷ ഇറങ്ങുന്നത്. അപ്പൊ അതോട് ഒത്തുനോക്കി വന്നതുകൊണ്ടാണ് മറ്റു ബൈബിളിൽ ഇല്ലാത്ത ഈ വാക്യം കിങ് ജെയിംസ് വേർഷനിൽ വന്നത്. 1 ജോൺ 5:7 ഉണ്ട്. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സാക്ഷി നൽകുന്നതായിട്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്നും ത്രിയേകത്വം വളരെ അടിവരയിട്ട് അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യം വന്ന സോഴ്സ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഈ വാഴ്ത്തിന നീക്കാം
ഈ പാട്ടുകൾ ആവശ്യമുള്ളവർക്ക് പിന്നെ ഗ്ലോറിയസ് ഗോസ്പൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ പാട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇന്ന് കുറേയേറെ പാട്ടുകൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗ്ലോറിയസ് ഗോസ്പൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ പാട്ടുകളുടെ എല്ലാ ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. നിങ്ങളെ ഗ്രൂപ്പിലില്ല, നിങ്ങൾക്ക് പാട്ട് വേണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ ആഴ്ച നിങ്ങൾക്ക് കേൾക്കാനും ധ്യാനിക്കാനും പറ്റിയതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ +1 832 679 0404. May God bless you. Thank you.